ആദ്യം നമ്മൾ പറയാം ഏതാണോ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് വരുന്നത് അതിനെ ശരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യുക. അപ്പൊ നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കുക, എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ പിന്നെ ഈ ആഡ് ചെയ്യുക എന്നുള്ളത്. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ഇപ്പോൾ ആഡുകൾ എന്ത് ചെയ്യാം, ഒരു ടെസ്റ്റിംഗ് എന്നുള്ള രൂപത്തിൽ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ചെയ്യാം. അങ്ങനെയാണ് കുറച്ചുകൂടി നന്നായിട്ട് ഇതാവുക. അപ്പോൾ ആ ടെസ്റ്റിംഗ് എന്നുള്ളത് നടത്തുമ്പോൾ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഏത് ഏഹ്, രൂപത്തിലുള്ള ആളുകളാണ് അതിനോട് പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രൂപത്തിലുള്ള ഇതാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇതിന്റെ ഒരു കുറച്ചുകൂടി ഡീറ്റെയിൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു സംഭവം എടുത്തു കഴിഞ്ഞാല് ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഇതിൽ റീച്ച് എന്ന് കാണുന്ന ഇത്ര പേര് കണ്ടു എന്നാ? അതെ അതെ അതെ. ഏജ് ഇവിടെ ഇപ്പൊ ഞാൻ ഈ ഒരു ക്യാമ്പയിന് ഇപ്പൊ ഇത് മുന്നേ ചെയ്തിരുന്നുള്ളതാണ്. അപ്പോൾ അതില് ഓരോ ഏജ് ഇപ്പോ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ കാണിച്ചു തരാം. 24 to 65 പ്ലസ് എന്നുള്ള രൂപത്തിലാണ് ആ ഒരു ആഡ് കൊടുത്തിട്ടുണ്ടായത്. ഓക്കെ, അപ്പോ ഇവിടെ കണ്ടോ, അപ്പോ ഇതില് ഓരോ ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾ കണ്ടതായിട്ടുള്ളൊരു ഇതിപ്പോ കറക്റ്റ് ആണ്, വളരെ കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ചില ആളുകൾ എന്താവും, ഇപ്പൊ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടാവുമ്പോ തെറ്റാക്കി കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഇതിലുണ്ട്. പക്ഷെ നമുക്ക് എന്താ ഒരു പിന്നെ ഒരു 10-75% കറക്റ്റ് തന്നെ ആയിരിക്കും. 100% കറക്റ്റ് ആണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇവിടെ ഇതിന്റെ ഒരു ഇത് കണ്ടോ, 18-24 147 ആള്, 25-34 436, 35-44 662, അങ്ങനെ 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 പോയി 65 പ്ലസ് ഏജ് അല്ലേ 24. അപ്പൊ ഇതില് ചിലവര് എന്താണ് ഫേക്ക് ഇതാക്കി കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അവരുടെ ഏജ് അല്ലെങ്കിൽ പുറത്ത് അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു സംഭവം നോക്കുമ്പോൾ നമുക്കൊരു ആവറേജ് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏത് കാറ്റഗറി ഏജ് ഇതിലുള്ള ആളുകളാണ് കൂടുതൽ വരുന്നത്. ഇപ്പൊ ഞാനിപ്പോ എന്റെ ഈ ഒരു ഇത് സംബന്ധിച്ചിട്ട് അധികം 25-ന്റെയും പിന്നെ ഒരു 55-ന്റെ ഇടയിലുള്ള ആളുകളാണ് കൂടുതൽ വന്നിട്ടുള്ളത് എന്നാണ് ഇത് കാണുന്നത്. കാരണം ഈ ഒരു 18-24 ആളുകൾ ഇപ്പോ ഓൾറെഡി കുറെ ടെക്നോളജിയുമായിട്ടൊക്കെ പിന്നെ അല്ലെങ്കിൽ ഇതുപോലെ ആഡുകൾ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ ഐഡിയ ഉള്ള ആളുകളായിരിക്കും. ഇപ്പൊ ഞാൻ അതിലേക്ക് അത്ര പോയിട്ടില്ല. പിന്നെ ഒരു 25-ന്റെ ശേഷമുള്ള ആളുകളൊക്കെയാണ് കുറച്ചുകൂടി ഒരു ഇത്, അല്ലെങ്കിൽ ഒരു 35-ന്റെ കണ്ടോ, അത് ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ട്. 35 ടു ഒരു 55-ന്റെ ഇതായിട്ട്. പിന്നെ 55 ടു ഒരു 65 ഓൽക്ക് അത്ര ഒരു ബിസിനസ് അത്ര വേണം, അല്ലെങ്കിൽ അത്ര ഐഡിയ ഇല്ലാത്ത ആളുകൾ, അവർക്ക് പഠിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ, അങ്ങനെ ഇതൊക്കെ ആയിക്കാം. അപ്പോ നമുക്ക് കുറച്ച് ചെയ്തു നോക്കുക, എന്നാലേ ഒരു കറക്റ്റ് ഇത് കിട്ടുള്ളൂ. ആദ്യത്തെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റിങ് അല്ലെങ്കിൽ ഒരു ഇത് എന്നുള്ള രൂപത്തിൽ തന്നെ നമ്മൾ കാണണം. പിന്നെ ഏത് ക്യാമ്പയിൻ ആണെങ്കിലും ഇപ്പൊ ഏത് ആഡ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഒരു ടെസ്റ്റിംഗ് എന്നുള്ള രൂപത്തിൽ തന്നെ ആദ്യം ചെയ്യേണ്ടതും. അതാണ് അതിന്റെ ശരിയായിട്ടുള്ള ഒരു രീതി. അതേപോലെ ചില ഒന്നോ ആഡ് രണ്ടോ നമ്മൾ ഫേസ്ബുക്കിൽ ആഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വാട്സപ്പിലേക്ക് പോകുന്നുണ്ടല്ലോ, അതെങ്ങനെയാ വരുന്നത്? അത് നമുക്കിന്ന് പറയാം, ഇന്ന് അതിലേക്ക് തന്നെ ഞാൻ വരുന്നത്. ഇതിപ്പോ നമ്മള് ഇന്നലെ പറഞ്ഞത് നമ്മള് പിന്നെ എങ്ങനെ ഒരു അവയർനെസ് ക്യാമ്പയിന് ഇപ്പോൾ കുറെ ആളുകളിലേക്ക് റീച്ച് എന്നുള്ള രൂപത്തിൽ എത്തിക്കാം എന്നുള്ളതാണ്. ഇപ്പൊ അവയർനെസ് ആണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടാകും. ഇന്നിപ്പോ അതിന്റെ ശേഷം ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് എടുത്തു കഴിഞ്ഞാൽ അവയർനെസ്സിന് ശേഷം വരുന്ന ട്രാഫിക്. അപ്പൊ ഈ ട്രാഫിക്കിൽ നമ്മൾ മൗസ് പോയിന്റർ വെക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ കാണിക്കും. ഇപ്പോൾ ട്രാഫിക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും കാണിക്കും എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളത്. ഉണ്ടോ, സെൻഡ് പീപ്പിൾ ടു എ ഡെസ്റ്റിനേഷൻ സച്ച് ആസ് പിന്നെ
സെൻഡ് പീപ്പിൾ ടു എ ഡെസ്റ്റിനേഷൻ സച്ച് ആസ് വെബ്സൈറ്റ്, ആപ്പ്, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈല്, ഫേസ്ബുക്ക് ഇവന്റ് എന്നുള്ള അതിലേക്ക്, അങ്ങനത്തെ ഇതിലേക്ക് ആളുകളെ അയക്കുക എന്നുള്ളതാണ്. അത് ഇപ്പൊ എന്താണ്, ലിങ്ക് ക്ലിക്ക് അല്ലെങ്കിൽ ലാൻഡിംഗ് പേജിലേക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലേക്ക് അല്ലെങ്കിൽ വാട്സപ്പ് പിന്നെ മെസ്സഞ്ചർ ഇൻസ്റ്റാഗ്രാം അതിലേക്ക് അല്ലെങ്കിൽ കോളിലേക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ട്രാഫിക് ആണ് നമ്മൾ പിന്നെ അടുത്തതായിട്ട് വരുന്നത്. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, പിന്നെ എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ വരും. ഒന്ന് റെക്കമെൻഡഡ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഫേസ്ബുക്ക് തന്നെ കുറച്ച് സെറ്റിംഗ്സ് എല്ലാം ചെയ്തിട്ട് തരുന്ന രൂപത്തിൽ. ഇത് മിക്ക സമയത്തും ഇത് പിന്നെ അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ അത് അധികം സജസ്റ്റ് ചെയ്യാറില്ല. നമുക്ക് എപ്പോഴും ഒരു മാനുവൽ എന്നുള്ള രൂപത്തിൽ ആണ് പിന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് റിസൾട്ടുകൾ കിട്ടുന്നത്. അപ്പൊ മാനുവൽ ട്രാഫിക് ക്യാമ്പയിന് സെലക്ട് ചെയ്യാൻ, അല്ലാണ്ടെങ്കിൽ റെക്കമെൻഡഡ് ഇത് കൊടുക്കുക. റെക്കമെൻഡഡ് കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ഇവിടെ കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ല. എല്ലാം ഫേസ്ബുക്കിന് സെറ്റ് ചെയ്യുന്ന രൂപത്തിൽ ആയിരിക്കും ഉണ്ടാവും. ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവരുടെ ആ ഒരു അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പോ ഫസ്റ്റ് ഇപ്പോ നിങ്ങൾ ഈ ഒരു പിന്നെ മാനുവൽ എന്നുള്ള രൂപത്തിൽ ചെയ്ത് പഠിക്കും. പിന്നെ നമുക്ക് ഓട്ടോ ഇതിലേക്ക് പോവാം. ക്രിയേറ്റ് എടുക്കുക, ട്രാഫിക് എടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് ഇതിൽ മാനുവൽ ട്രാഫിക് ക്യാമ്പയിൻ. ഈ മാനുവൽ ട്രാഫിക് ക്യാമ്പയിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ അപ്പൊ അതിന്റെ ഒരു ക്യാമ്പയിൻ്റെ ഒരു പേര് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യാനൊന്നുമില്ല. അടുത്ത ആഡ് സെറ്റിലേക്ക് വരും. അവിടെ ഒരു പേര് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഇവിടെ കൺവെർഷൻ അല്ലെങ്കിൽ ഈ ഇത് എങ്ങോട്ടാണ് പിന്നെ നമ്മൾ ആ ഒരു ആഡ് ആളുകൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പോകേണ്ടത് എന്നുള്ള ഇതാണ്. അതായത് കൺവെർഷൻ ലൊക്കേഷൻ എന്ന് പറയും. അപ്പൊ അവിടെയാണ് ഇപ്പൊ നമ്മൾ വാട്സപ്പിലേക്ക് പോകണോ, വെബ്സൈറ്റിലേക്ക് പോകണോ, അല്ലെങ്കിൽ ആപ്പ് ഇപ്പൊ എന്തെങ്കിലും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ഇതാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകണോ, അല്ല ഇൻസ്റ്റഗ്രാം പിന്നെ ഫേസ്ബുക്ക് പ്രൊഫൈലിലേക്ക് പോകണോ എന്നുള്ളതൊക്കെ. ചില ആഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓരോ ആഡുകളും കാണുമ്പോൾ ശ്രദ്ധിച്ചു നോക്കാം. അപ്പൊ അതിനൊക്കെ ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇതുകൾ കാണാം. ഇതെല്ലാം കണ്ടോ, ഇത് ഇപ്പോ എന്താണ് ഒരു വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്, ലാൻഡിംഗ് പേജിലേക്ക്. ഈ ചിലത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിലേക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലേക്കൊക്കെ ഉണ്ടാവും. കാരണം വെച്ചാൽ അതിന് റീച്ച് കൂട്ടുക എന്നുള്ളൊരു ഇതായിട്ട്, ആ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിന് റീച്ച് കൂട്ടുക എന്നുള്ളതായിട്ട്. പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചോദിച്ച പോലെ ഈ വാട്സപ്പിലേക്ക് അല്ലെങ്കിൽ പിന്നെ നമുക്ക് കോളിലേക്ക് വരാൻ പറ്റും. അതായത് ഒരു കോൾ ബട്ടൺ കൊടുത്തിട്ട് ആളുകൾക്ക് വിളിക്കാനുള്ളൊരു പിന്നെ സൗകര്യത്തെ ഇതായിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട്. അധികവും ഇപ്പോ ഈ വെബ്സൈറ്റ് അല്ലെങ്കിൽ ലാൻഡിംഗ് പേജ്, പിന്നെ അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ വാട്സപ്പ് പോലുള്ള മെസ്സേജിങ് ഡെസ്റ്റിനേഷനിലേക്ക്. ഇപ്പോൾ മെസ്സേജിങ് ഡെസ്റ്റിനേഷൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് വാട്സപ്പ് ആണ്. മെസ്സഞ്ചറിലേക്കും ഇൻസ്റ്റഗ്രാം ഇതിലേക്കും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത്ര ഒരു ഇതായിട്ട് വരാറില്ല വെച്ചാൽ ആളുകൾ അത്ര അതിന് റെസ്പോണ്ട് ചെയ്യാൻ നിൽക്കാറില്ല എന്നുള്ള. പിന്നെ നമുക്കും അത്ര ഇപ്പൊ അധികം ഈ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകൾ ആണ് എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. മിക്ക ആളുകൾ അത്ര ഉപയോഗിക്കാറില്ലല്ലോ, അധികം വാട്സപ്പ് തന്നെയല്ലേ ഉപയോഗിക്കാറ്. അപ്പോ അത് കൊടുക്കുക. ഏതാണെങ്കിലും ഇപ്പൊ വെബ്സൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്നിന്റെ ഇത് കാണിച്ചുതരാം. വെബ്സൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എല്ലാം ബജറ്റ് കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പോ സെയിം ഇതായിട്ട് തന്നെ വരും. നമ്മളിപ്പോ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ഒരേപോലെ തന്നെ വരും. പിന്നെ ഡിഫറൻസ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ട്രാഫിക്കിൽ എന്ത് വരും, അല്ല സോറി, ആഡിൽ എന്ത് വരും വെച്ചാൽ നമുക്ക് അവിടെ ഒരു
പിന്നെ വെബ്സൈറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വരും. ഇപ്പൊ ഇവിടെ ഈ ഒരു ഡെസ്റ്റിനേഷൻ എന്നുള്ളിടത്ത് വെബ്സൈറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ. അപ്പൊ നമ്മൾ ആ ഒരു വെബ്സൈറ്റ് കൊടുക്കുക. ഇൻസ്റ്റന്റ് എക്സ്പീരിയൻസ് പറഞ്ഞാലും വെബ്സൈറ്റ് ഇതായിട്ട് തന്നെയാണ് നമുക്കൊരു കുറച്ചുകൂടി പിന്നെ എന്താ പറയാ മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ലുക്ക് എന്നുള്ളൊരു ഇതായിട്ടാണ് വരുന്നത്. അതിനും നമ്മളൊരു ഇത് കൊടുക്കണം. പക്ഷെ ഞാൻ ആദ്യം ഈ ഒരു ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. വെബ്സൈറ്റ് നമ്മൾ ആദ്യം ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ അതല്ലാണ്ടെങ്കിൽ ആപ്പ് ഇപ്പൊ എന്തെങ്കിലും നമുക്കൊരു ചില ആഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതായിട്ട്. അപ്പൊ ഇവിടെ ഇപ്പോ ഇത് ഇൻസ്റ്റാൾ ആപ്പ് എന്നുള്ളൊരു ബട്ടൺ ഇതായിട്ടായി. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇപ്പോ ഏതാണ് ആൻഡ്രോയിഡ് ആണ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിലേക്ക് പോകും. ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു രൂപത്തിൽ. അല്ല ഇപ്പൊ നമ്മുടെ ഫോണ് ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ നേരെ പിന്നെ ആപ്പിളിന്റെ സ്റ്റോറിലേക്ക് പോകും ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന രൂപത്തിൽ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ആപ്പിന്റെ ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഏതാണ് സ്റ്റോർ അല്ലെങ്കിൽ ഏതാണ് ഇത് എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ആപ്പ് നമ്മൾ ആ ഒരു ആപ്പിന്റെ ഇതും പിന്നെ പേരും അല്ലെങ്കിൽ അതും സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് പിന്നെ നമുക്ക് അത്ര ഒരു ആവശ്യം വരുന്നൊരു സംഗതിയല്ല. കാരണം അത് ആ ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് അല്ലല്ലോ ഇപ്പൊ നമ്മളെ ഇതായിട്ട് വരും. ഇതില് എന്താണ് മെസ്സേജ് ഡെസ്റ്റിനേഷൻസിലാണ് പിന്നെ നമ്മൾ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാത്തിലും ഇവിടെ പേജ് സെലക്ട് ചെയ്യാം. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആ പേജിൽ എന്താണ് നമുക്ക് ഇവിടെ മെസ്സേജ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് കാണാം. അപ്പോൾ മൾട്ടിപ്പിൾ ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്യുക. ഡെസ്റ്റിനേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഇപ്പോ ഇതുപോലെ ഒരു ആഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളതാണ്. ഡെസ്റ്റിനേഷൻ ഏതാണ് കൊടുക്കേണ്ടത് വെച്ചാൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ മിനിമം ഒരു ഡെസ്റ്റിനേഷൻ കൊടുക്കണം. അപ്പോൾ മൾട്ടിപ്പിൾ ഡെസ്റ്റിനേഷൻസും കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുകയാണ് മെസ്സഞ്ചറും ഇൻസ്റ്റഗ്രാമും വാട്സപ്പും കൊടുക്കുക. പക്ഷെ അതൊരു ശരിയായിട്ടുള്ളൊരു ഇത് ഐഡിയ നമുക്ക് കിട്ടില്ല ഇത് മൂന്നും കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക. അധികവും വാട്സപ്പ് തന്നെയാണ് കൊടുക്കാറ്. അപ്പോൾ നമുക്ക് എന്താ ഇതിന്റെ രണ്ടിന്റെയും ടിക്ക് ഒഴിവാക്കിയിട്ട് വാട്സപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ വാട്സപ്പ് നമ്പറാണ്. ഞാനിപ്പോ ഇതില് കുറെ നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്മളിപ്പോ കൊടുത്തിട്ടുള്ള ഈ പേജിൽ ഒരു വാട്സപ്പ് നമ്പർ മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കണമെന്നല്ലേ. അപ്പൊ ആ ഒരു വാട്സപ്പ് നമ്പർ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വരും ആ പേജിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പർ. അതല്ല വേറൊരു നമ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു അതിന്റെ കൺട്രി കോഡും ആ ഒരു വാട്സപ്പ് നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ അതും ഇങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആഡിൽ ഇപ്പോൾ സപ്പോസ് ഇവിടെ ഒരു ആഡിൽ കാണുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു വാട്സപ്പ് നമ്പറിലേക്കായിരിക്കും പോവുക. ഒന്നെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യുക, പേജിലുള്ള നമ്പർ കൊടുക്കാം, അല്ലാണ്ടെങ്കിൽ വേറെ നമ്പർ കൊടുക്കുക. അപ്പോൾ മൾട്ടിപ്പിൾ നമ്പേഴ്സ് നമുക്ക് ആഡ് ത്രൂ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മൾട്ടിപ്പിൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ആഡിൽ മൾട്ടിപ്പിൾ നമ്പേഴ്സ് അല്ല, ഒരു ആഡിൽ ഒറ്റ നമ്പർ. പക്ഷെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു രണ്ടോ മൂന്നോ ആഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു ആഡ് ഒരു മെസ്സേജ് ഒരു നമ്പറിലേക്കാണ് പോകേണ്ടത്, പിന്നെ വേറൊരു ആഡിന്റെ വരുന്ന റിപ്ലൈ വേറൊരു നമ്പറിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മൾട്ടിപ്പിൾ നമ്പറിലേക്ക് കൊടുക്കാമെന്നാണ്. പക്ഷെ അതൊക്കെ അതിനേക്കാളൊക്കെ ഏറ്റവും ബെസ്റ്റ് സിംഗിൾ നമ്പറിലേക്ക് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അത് ഓട്ടോമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ രൂപത്തിൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എല്ലാ ഡാറ്റയും ഒരൊറ്റ സ്ഥലത്ത് കിട്ടും. അതാണ് ശരിയായിട്ടുള്ളൊരു രീതി. പിന്നെ കുറെ കമ്പനീസ് ഇങ്ങനെ ചെയ്യുന്നത് കാണാം. പക്ഷെ അത് കറക്റ്റ് അവർക്ക് മോണിറ്റർ ചെയ്യാനോ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാനോ ഒന്നും കഴിയില്ല. കാരണം പല എംപ്ലോയീസും ആയിരിക്കും ഈ നമ്പേഴ്സ് ഉപയോഗിക്കുന്നുണ്ടാവുക. പക്ഷെ അത് അവരുടെ ഒരു പോരായ്മയായിട്ടാണ് എപ്പോഴും ഇതാവുക. എപ്പോഴും നല്ലൊരു സിസ്റ്റം എന്ന് പറയുന്നത് സിംഗിൾ നമ്പറിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ സാധാ ഇതുപോലെ തന്നെ ബജറ്റ് ഷെഡ്യൂൾ, ഇപ്പൊ നമ്മൾ ഡെയിലി ബജറ്റ് ആണോ അല്ലെങ്കിൽ ലൈഫ് ടൈം ബജറ്റ് ആണോ എന്നുള്ളത് കൊടുക്കുക. അതിന്റെ എമൗണ്ട് കൊടുക്കുക, ഏത് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ എൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം കൊടുക്കുക. ഓഡിയൻസിനെ സെലക്ട് ചെയ്യുക. ഓഡിയൻസിനെ സെലക്ട് ചെയ്യുമ്പോൾ
നമുക്കിപ്പോ ഇവിടെ ഉം, ഈ ലൊക്കേഷൻ, ഈ സംഭവത്തിനാണ് ഇപ്പൊ നമ്മൾ ഓഡിയൻസ് എന്ന് പറയുന്നത് കേട്ടോ. ലൊക്കേഷൻ, ഏജ്, ജെൻഡർ, പിന്നെ അവരുടെ വേറെ എന്തെങ്കിലും ഡെമോഗ്രാഫിക്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, ബിഹേവിയർ ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, ഇതാണ് ഓഡിയൻസ് എന്ന് പറയുന്നത്. ഈ ഓഡിയൻസിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രിയേറ്റ് ന്യൂ ഓഡിയൻസ്, കസ്റ്റം ഓഡിയൻസ്, സേവ്ഡ്, യൂസ് സേവ്ഡ് ഓഡിയൻസ് എന്നൊക്കെ ആയിട്ട്. അപ്പോ ഇപ്പോ നമ്മള് കസ്റ്റം ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് മുമ്പ് ഏതെങ്കിലും ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെന്താ പറയാ, നമുക്കിപ്പോ നിങ്ങൾക്കിപ്പോ കുറച്ച് ഡാറ്റ ഉണ്ട്. അപ്പോ എന്താ പറയാ, അവരുടെ ഫോൺ നമ്പർ, മെയിൽ ഐ ഡി, പേര്, ഇങ്ങനത്തെ ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെച്ചാല് ആ ഒരു ഡാറ്റ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് പിന്നെ ഈ ഒരു ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം ഇതുപോലുള്ള ആളുകളിലേക്ക് പിന്നെ ഈ ഒരു ആഡ് എത്തിക്കണം എന്നുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു ആളുകളിലേക്ക് ഈ ഒരു പിന്നെ അഡ്വർടൈസ്മെന്റ് എത്തിക്കണം എന്ന രൂപത്തിൽ, അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. കാരണം ഈ ബേസിക് ഇത് നമുക്ക് ചെയ്തിട്ട് കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇവിടെ ഈ ഓഡിയൻസിൽ പോയി കഴിഞ്ഞാൽ പറ്റും. അതുപോലെ തന്നെ ആ ഒരു പിന്നെ ഓഡിയൻസ് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ ഈ ഒരു സംഭവം എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളിപ്പോ എപ്പോഴും നമ്മളൊരു കസ്റ്റമർ വരുന്നത് ഇപ്പോൾ കേരള ബേസ്ഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ, അപ്പൊ കേരള സെലക്ട് ചെയ്ത് കൊടുത്തു. പിന്നെ എന്താണ് ഏജ്, സപ്പോസ് 25 മുതൽ ഉള്ള ആളുകളാണ്, ഒരു എന്താ പറയാ 60 വയസ്സ് വരെയുള്ള ആളുകളാണ് എന്ന് വിചാരിക്കും. ഇപ്പോ മെൻ ആണ്, പിന്നെ ജെൻഡർ എന്ന് വിചാരിക്കുക. അതുപോലെ പിന്നെ ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് വേണം എന്നില്ല. ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ മലയാളം എന്നുള്ള രൂപത്തിലാണ് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിപ്പോ എല്ലാ സംഭവത്തിലും ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ ഓഡിയൻസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓഡിയൻസിനെ സേവ് ചെയ്താൽ, ഓക്കെ, സേവ് ചെയ്ത് വെക്കുമ്പോൾ അതിന്റെ എന്ത് ചെയ്യാം, ഇപ്പൊ നമുക്ക് പേര് കൊടുക്കാം, മൈ ഓഡിയൻസ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പേര് കൊടുക്കാം. എന്നിട്ട് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഈ എല്ലാത്തിലും ഈ ഒരു ഓഡിയൻസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇവിടെ വരിക, യൂസ് സേവ്ഡ് ഓഡിയൻസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഓഡിയൻസിനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഈ ഒരു മൈ ഓഡിയൻസ് എന്നുള്ളത് കണ്ടോ, അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. ഞാനത് എനിക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഞാൻ അപ്പോൾ നേരത്തെ കൊടുത്ത കാര്യങ്ങളെല്ലാം ഇവിടെ ഇതായിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യാം, എല്ലാത്തിനും ഒരേ രൂപത്തിലാണ് വരുന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെയെല്ലാം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ അതെല്ലാം നമുക്ക് പല സമയത്തും പല രൂപത്തിൽ ഇങ്ങനെ കൊടുത്തു നോക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ അതെല്ലാം ഇപ്പൊ ഈ കൊടുത്ത മൈ ഓഡിയൻസ് നമുക്ക് അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മാറ്റം വരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ പ്ലേസ്മെന്റ്, ഇപ്പൊ സാധാരണ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ എവിടെയാണ് ആ ഒരു ആഡ് കാണിക്കേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ ഫേസ്ബുക്കിൽ മാത്രം മതി, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും പിന്നെ ഓഡിയൻസ് നെറ്റ്വർക്കിലും ഒക്കെ വേണം എന്നുണ്ടെങ്കിലൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ പിന്നെ നമുക്ക് ത്രെഡ്സ് ആക്റ്റീവ് ഇതല്ല, ഈ ഒരു ത്രെഡ്സ് ഇങ്ങോട്ട് വാട്സപ്പിലേക്ക് ഇതായിട്ടില്ല, അങ്ങനെ എന്തൊക്കെയോ മുമ്പ് കണ്ടിരുന്നു. മെസ്സഞ്ചർ പിന്നെ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്യാത്ത കാരണമാണ് മെസ്സഞ്ചർ വരാത്തത്. അപ്പോൾ അതിന്റെ പ്ലേസ്മെന്റ് ഇപ്പോൾ നമ്മൾ ഇവിടെ പ്ലാറ്റ്ഫോംസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അതിന്റെ പ്ലേസ്മെന്റ്, ഇപ്പോൾ ഫേസ്ബുക്ക് റീലിൽ വേണം, ഫേസ്ബുക്കിലെ എന്താ പറയാ പിന്നെ സ്റ്റോറിയിൽ വേണം, പിന്നെ ഇൻസ്റ്റഗ്രാമിന്റെ സ്റ്റോറിയിലും റീൽസിലും എല്ലാത്തിലും നമ്മൾ ആഡ് കാണണം.
വീഡിയോന്റെ ഇടയിൽ ആഡ് കാണണം. പിന്നെ അങ്ങനെ എല്ലാ സംഭവത്തിലും നമുക്ക് ഏതൊക്കെയോ വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഷോ മോർ ഓപ്ഷൻസ് എന്ന് കാണാം. അപ്പൊ അതിൽ കൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊന്നും നമുക്ക് അത്ര ഒരു ആവശ്യമുള്ള സംഗതികളല്ല. ഡിവൈസസ്, കാരണം വെച്ചാൽ ഡിവൈസ് ഇപ്പൊ നമ്മൾ എല്ലാ ഡിവൈസിലും കാണിക്കണം. അതേപോലെ വൈഫൈ കണക്ട് ചെയ്തവർക്ക് മാത്രമല്ല, എല്ലാവർക്കും കാണിക്കണം എന്നുള്ളതായിട്ട്. ഇതൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് റിസൾട്ട് ഒക്കെ വളരെ ഒരു കുറവായിട്ടായിരിക്കും വരിക. കാരണം മിക്ക ആളുകളും ഇപ്പോൾ എല്ലാം ഉപയോഗിക്കുന്നതാണല്ലോ. ഇപ്പോൾ ആൻഡ്രോയിഡ് ആണെങ്കിലും ഐഫോൺ ആണെങ്കിലും ഒക്കെ. പിന്നെ സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ഐഫോണിന് മാത്രമുള്ള രൂപത്തിലൊക്കെ ആണെങ്കിലൊക്കെ ഓക്കെ, അത് വർക്ക് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ അവർ കൊടുത്ത ഓഡിയൻസിനനുസരിച്ചിട്ട് എന്താണ് ഈ ഒരു പിന്നെ ഇതിനനുസരിച്ചിട്ട് ഇവിടെ അതിന്റെ എത്ര എസ്റ്റിമേറ്റഡ് ഇതായിട്ടുള്ളൊരു ഇത് കാണിക്കും. അതായത് ഈ ഒരു ആഡ് 7000 മുതൽ 19,000 ആളുകൾ വരെ അതിലേക്ക് റീച്ച് ആവാം. അതിൽ നിന്ന് കൺവെർസേഷൻസ് അല്ലെങ്കിൽ മെസ്സേജുകൾ ഇപ്പൊ നമുക്ക് എത്രയാണ് 0 ആണ് കിട്ടുന്നുണ്ടാവുന്നത്. പക്ഷെ ഇതൊരു എസ്റ്റിമേറ്റഡ് ആണ്, ഇത് കറക്റ്റ് ഇതല്ല. അത് അതിനേക്കാൾ കൂടുതലൊക്കെ വരും. ഇപ്പൊ ഞാനിപ്പോ അതൊരു 2000 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ വരും നോക്കാം. അത് ചില സമയത്ത് ഇത് ഒരു 0 ഇതൊക്കെ ആയിട്ട് കാണിക്കും. പക്ഷെ എന്നാലും നല്ല ഇതായിട്ട് വരും. ഇത് അത്ര ഒരു ഇതാകേണ്ട ആവശ്യമില്ല. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് എന്നുള്ള ഇതിലേക്ക് പോകും. അപ്പൊ അവിടെ അതിന് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ പേര് കൊടുക്കാം. ഈ പേര് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഫേസ്ബുക്ക് പേജ് നമ്മൾ ഓൾറെഡി മുമ്പ് സെലക്ട് ചെയ്തിരുന്നു. അതുപോലെ അതിലേക്ക് കണക്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇവിടെ ഇതായിട്ട് വരും. പിന്നെ ആ ഒരു ആഡ് സെറ്റപ്പ് ആണ്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം, 2 രൂപത്തിൽ ചെയ്യാം. ഒന്ന് ക്രിയേറ്റ് ആഡ് എന്ന് കൊടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, ഈ ഇമേജസ് അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് എന്താണോ വീഡിയോ ആണോ ഇമേജ് ആണോ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കും. ഇനി അതല്ല, നമുക്ക് യൂസ് എക്സിസ്റ്റിംഗ് പോസ്റ്റ് എന്നുള്ളത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ തന്നെ ഇപ്പോൾ നമ്മുടെ പേജിൽ അല്ലെങ്കിൽ ഇതിൽ ഓൾറെഡി ചെയ്ത വീഡിയോസ് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത്. ഇതിപ്പോ എന്റെ പേജിൽ ഞാൻ ഇപ്പൊ ഇന്ന് പോസ്റ്റ് ചെയ്തൊരു കണ്ടന്റ് ആണ്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആഡിനൊപ്പം ആഡിന് ഇതായിട്ട് വരും. അതായത് ഇപ്പോൾ ആഡിന്റെ വീഡിയോ ആയിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയാണെന്ന് വെച്ചാൽ ആ സംഭവം സെലക്ട് ചെയ്ത് കൊടുത്തു സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയും ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂ ഇപ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് പോസ്റ്റ് ആണ് പറഞ്ഞത്, ക്രിയേറ്റ് ആഡ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, പുതിയൊരു ഇത് എന്നുള്ള രൂപത്തിൽ ചെയ്യാം. അപ്പൊ മാനുവൽ അപ്ലോഡ് കൊടുക്കുന്നു, സിംഗിൾ ഇമേജ് അല്ലെങ്കിൽ വീഡിയോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഈ മൾട്ടി അഡ്വർടൈസർ ആഡ്സ് എന്നുള്ളത് ടിക്ക് ഒഴിവാക്കുക. ഇപ്പൊ ഇന്നലെ പറഞ്ഞു, മറ്റുള്ള ആളുകളോടൊപ്പം നമ്മുടെ ആഡ് കയറി പോകും എന്നുള്ളതാണ്. അപ്പൊ നമുക്കത് ആളുകൾ കാണാൻ ചാൻസ് കുറവായിരിക്കും. പിന്നെ ആഡ് ക്രിയേറ്റീവ്, സെറ്റപ്പ് ക്രിയേറ്റീവ്, അതിൽ ഇമേജ് ആണെങ്കിൽ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ഇമേജ് ആഡ് കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോ എവിടെയാണോ ആ ഒരു ആഡ് പിന്നെ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, സപ്പോസ് ഞാനിവിടെ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പൊ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് കാണിക്കും. ആ കാണിച്ച് ഇതിപ്പോ ഓക്കെ അപ്ലോഡ് ആയി. എന്നിട്ട് ഇപ്പൊ സെലക്ട് ആയി കിടക്കുകയാണ്. അപ്പൊ ഓരോന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ആയിട്ട് കിടക്കും. ഞാനിപ്പോ ഇത് സെലക്ട് ചെയ്തു, നെക്സ്റ്റ് കൊടുത്തു. ഓക്കെ, അപ്പോ ഓരോ
സ്ഥലത്തും അല്ലെങ്കിൽ ഓരോ പിന്നെ രൂപത്തിലും എങ്ങനെയായിരിക്കും അതിന്റെ ഇത് വരിക എന്നുള്ളത് കാണിക്കും. സാധാരണ ഈ ഒറിജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇതായിട്ട് പിന്നെ അതായത് പിന്നെ ഒരു സ്ക്വയർ എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ ആയിരിക്കും. അതല്ല റീലിന്റെ ഒക്കെ വെർട്ടിക്കൽ ആയിട്ടാണെങ്കിൽ ഈ രൂപത്തിലായിരിക്കും. അതായത് താഴെയും മുകളിലും ഒരു കറുപ്പ് ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ടാവും. പിന്നെ ഇവിടെ ഒരു കണ്ടന്റ് രൂപത്തിൽ. അപ്പൊ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പൊ റീപ്ലേസ് എന്ന് കൊടുത്തിട്ട് വേറെ ഒരു ഇമേജ് ആണ് വിചാരിക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ഇമേജ് കൊടുക്കുക ഫുള്ളായിട്ടുള്ള. അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു പിന്നെ ആഡ് പ്ലേ ചെയ്യുമ്പോൾ ഫുള്ളായിട്ടുള്ള ഒരു സംഭവിക്കും. അപ്പോൾ കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ കൂടും എന്നുള്ളതാണ്. അങ്ങനെ ഓരോ പ്ലേസ്മെന്റിനും അങ്ങനെ കൊടുക്കാം. അതായത് ഈ ഒരു ആഡ് ഒന്നായിരിക്കണം, ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒന്നായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പിന്നെ നമുക്കൊരു കണക്ട് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുള്ളൂ. കാരണം ഒരേ കണ്ടന്റ് ആയിരിക്കണം എന്ന് മാത്രം. ഇതിൽ ഡിഫറെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് വീഡിയോയാണ് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് അധികം അറിയാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു ആഡ് പിന്നെ ഈ ഒരു ക്യാമ്പയിൻ എന്ന രൂപത്തിലാണ് നമുക്ക് അതിന്റെ റിസൾട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ മൾട്ടിപ്പിൾ പ്ലേസ്മെന്റിൽ നമുക്ക് എന്ത് ചെയ്യാം, സെയിം കണ്ടന്റ് തന്നെ ആയിട്ട് കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പോസ്റ്റർ ഇങ്ങനെയും ഒരു പോസ്റ്റർ ഇങ്ങനെയും ചെയ്യാന്ന് മാത്രം. അപ്പോൾ ഈ ഒരു പോസ്റ്റർ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തായിരിക്കും, കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ട് ചെയ്യേണ്ടതായിരിക്കും. രണ്ട് പോസ്റ്റർ ചെയ്യുന്ന ഒരു പണിയായിരിക്കും എന്ന് മാത്രം. ഇനി അതല്ല, സെയിം പോസ്റ്റർ തന്നെ കൊടുക്കണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാന്ന് മാത്രം. പോസ്റ്റർ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും. ഇവിടെ ഒരു ചെറിയൊരു ബ്ലാക്ക് എം ടി സ്പേസ് ഉണ്ടാവുന്നു മാത്രം. ഇത് പിന്നെ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള, ഇപ്പൊ സപ്പോസ് ചെറിയ ആ ഒരു വീഡിയോ കാണുമല്ലോ, ആ ഒരു രൂപത്തിലുള്ള ഉദ്ദേശം. ഇപ്പൊ ഇതല്ല ഈ മീഡിയ ഇപ്പൊ നമുക്ക് ഇത് വേണ്ട. അപ്പൊ നമുക്കൊരു വീഡിയോ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ ഇവിടെ സെറ്റപ്പ് ക്രിയേറ്റീവ് വരിക, അതായത് ആഡ് ക്രിയേറ്റീവ് എന്നുള്ള ഇതില് സെറ്റപ്പ് ക്രിയേറ്റ് വീഡിയോ ആഡ്. അപ്പൊ നമുക്ക് ഇവിടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നേ അയച്ച വീഡിയോ അപ്പോ ആ ഒരു വീഡിയോ ഇവിടെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അപ്ലോഡായി. ഇവിടെ ഒരു യെല്ലോ ഒരു പിന്നെ മാർക്ക് കാണാം. ചില പിന്നെ പ്ലേസ്മെന്റിൽ ഈ ഒരു വീഡിയോ പിന്നെ ചെറുതായിട്ടൊക്കെ കാണാം എന്നുള്ളൊരു രൂപത്തിൽ. അപ്പൊ നമുക്കത് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിന്റെ പ്ലേസ്മെന്റ് എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് വരുന്നത്. ഇത് പിന്നെ ആ ഒരു വീഡിയോ വേണമെങ്കിൽ ലെങ്ത് കുറക്കണോ എന്നുള്ള രൂപത്തിൽ, പക്ഷെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഇതായിട്ടേക്കും. അപ്പോൾ സപ്പോസ് ഇത് കണ്ടോ, ഈ ഒരു ഇപ്പൊ നിങ്ങൾ ആ ഒരു തന്ന വീഡിയോ അതൊരു റീലിന്റെ ഒരു സൈസിലാണ്. അപ്പോൾ വെർട്ടിക്കൽ നിന്ന് വരുമ്പോൾ ഈ രൂപത്തിൽ ഇതായി ഉണ്ടോ. പിന്നെ സ്ക്വയർ എന്നുള്ള രൂപത്തിൽ വരുമ്പോൾ എന്തായി, ആ ഒരു വീഡിയോ ചെറുതായി, ഈ രണ്ട് സൈഡും എം ടി ആയി, ബ്ലാങ്ക് ആയി. അപ്പൊ ഒരു കാണാനൊരു സുഖം ഇല്ലാത്ത പോലെ, കാരണം കുറച്ച് നല്ലൊരു ചുരുങ്ങിയ പോലെ ആയിരിക്കും. അതിന് തന്നെ നമ്മളിവിടെ വേറൊരു ഇതേ സെയിം തന്നെ അതിന്റെ ഒരു സൈസ് മാറ്റിയിട്ട് പിന്നെ ഇതാക്കി കൊടുക്കുക എന്ന് പറഞ്ഞത്. ഇതിപ്പോ പോസ്റ്റർ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഒരേ പോലെ കൊടുക്കുന്നതുണ്ട്, ഇഷ്ടംപോലെ ആളുകൾ ചെയ്യുന്നുണ്ട്. നമുക്കൊരു
പ്രൊഫഷണൽ ഒരു നല്ലൊരു ടച്ചിന് വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പിന്നെ നമ്മൾ ചെറിയ ഒരു പിന്നെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വീഡിയോ. ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു വീഡിയോ വീണ്ടും ചെറുതാകുമ്പോൾ എന്താണ് ഇവിടെ ഇത്രയും ഗ്യാപ്പ് വന്നു ഈ രൂപത്തിലേക്ക് പ്ലേ ആവുക. ആളുകൾക്ക് പ്രത്യേകിച്ചൊന്നും കാണാനുള്ളൊരു സംഭവം ഇതുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, അത് പിന്നെ സെറ്റ് ഇത് മാറ്റാനും ഇതെല്ലാം ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ക്രോപ്പ് അല്ലെങ്കിൽ റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ കാണാം. ക്രോപ്പ് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ഇത് കണ്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അതൊരു സംഭവത്തിന് എടുത്ത് മാറ്റി അതിൻ്റെ ഒരു ഏത് ഭാഗമാണ് വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ള രൂപത്തിലാണ്. അതായത് ആ ഒരു ഏത് ഏരിയ വീഡിയോയിൽ ഏത് ഏരിയയാണ് പ്ലേയിൽ കാണിക്കേണ്ടത് എന്നുള്ളത്. ഇതൊരു ശരിക്കുള്ളൊരു ഇതാ കിട്ടൂല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ റീലിന് വേണ്ടി എടുത്ത വീഡിയോ ഉണ്ടോ, അത് പിന്നെ ഈ ഒരു ഭാഗം മാത്രം കാണിക്കുമ്പോൾ നമുക്കതൊരു കാണുന്നവർക്ക് ഒരു ഐഡിയ കിട്ടൂല, നമുക്കും അതൊരു ഒരു നല്ല രീതിയല്ല. അങ്ങനെ കൊടുക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ ഞാൻ ഇത് ഞാൻ സ്ക്വയറിൽ മാത്രം ക്രിയേറ്റ് ചെയ്തു. ഇതൊന്ന് ജസ്റ്റ് ഞാൻ അറ്റാച്ച് ചെയ്തിട്ട് പിന്നെ അപ്ലോഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. മീഡിയയിൽ ഇത് സെലക്ട് ചെയ്തെടുത്തിട്ട് കണ്ടോ. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ എന്താണ്, ഇപ്പോൾ നേരത്തെ നമ്മൾ വെർട്ടിക്കലിൽ നല്ല ഇതായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഏരിയയിൽ. ഇവിടെ നേരെ തിരിച്ചായിരുന്നു. അപ്പോൾ എന്താണ് ഇത് ഞാൻ ഈ രൂപത്തിൽ ഉണ്ടാക്കിയത്, സ്ക്വയർ ടൈപ്പിൽ ഉണ്ടാക്കിയ വീഡിയോ. അത് ഫുൾ ഫിറ്റായി കണ്ടോ, ഒറിജിനൽ എന്നുള്ള രൂപത്തിൽ ഫിറ്റായി. 1:1 പിന്നെ അവിടെ മാറ്റാനൊന്നുമില്ല, കറക്റ്റ് ആണെന്നുള്ള രൂപത്തിൽ. ഇവിടെ ഉണ്ടോ ഒറിജിനൽ എന്ന് പറയുന്നത് ഈ ഒരു രൂപത്തിലാണ്, അതായത് ഈ രൂപത്തിലാണ് ഈ വീഡിയോ കിടക്കുന്നത്. ഇവിടെ പിന്നെ 9:60 ഞാൻ മാറ്റി കഴിഞ്ഞാൽ എന്താവും, ആ വീഡിയോ ഒന്നൊരു സൂം ആവും. പക്ഷെ അതിലുള്ള കുറെ നിങ്ങളുടെ ബിസിനസിന്റെ ഉള്ള കുറെ കാര്യങ്ങൾ കട്ടായി പോകും, വീഡിയോസ് ക്വാളിറ്റി കുറയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ആദ്യം എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ രൂപത്തിലുള്ള വീഡിയോ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇത് കണ്ടോ, ഇപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വീഡിയോ അത് ഒന്നുകൂടി ഇവിടെ ചുരുങ്ങി ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ബിസിനസിന്റെ വീഡിയോസ് മലയാളത്തിൽ ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ മാറ്റാനും ഇതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇവിടെ പ്രൈമറി ടെക്സ്റ്റ്, അതിന്റെ ഡിസ്ക്രിപ്ഷന്, ഹെഡ്ലൈന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് നമുക്ക് ഒന്നുകിൽ ഇവിടുന്ന് കൊടുക്കാം. ഇനി അല്ലാണ്ടെങ്കിൽ അടുത്ത അതിൻ്റെ ഒരു വിൻഡോ വരുന്നുണ്ട്, അവിടുന്ന് കൊടുക്കും. പിന്നെ എൻഹാൻസ്മെന്റ്, ഈ ഒരു സംഭവം നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണോ, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അതിന്റെ വിഷ്വൽ കാര്യങ്ങളൊന്ന് ഇമ്പ്രൂവ് ചെയ്യണോ എന്നുള്ള രൂപത്തിലൊക്കെ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡൺ കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് അടുത്ത വിൻഡോയിൽ ഞാൻ ഇതായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു സംഭവം ഇവിടെ അപ്ലോഡായി, ആ ഒരു വീഡിയോ. ഇത് നമ്മൾ പഴയ വീഡിയോ ആണ്, ഇത് ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ആവും ഈ ഒരു വീഡിയോ അപ്ലോഡ് ആവുന്നുണ്ട്. ഇതിലേക്ക് പിന്നെ പ്രൈമറി ടെക്സ്റ്റ്, ഹെഡ്ലൈന്, ഡിസ്ക്രിപ്ഷൻ, ഈ ഒരു ഇതാണ്. അപ്പൊ നമുക്ക് അവിടെ കൊടുക്കാനൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് ജസ്റ്റ് ബ്ലാങ്ക് ആക്കിയിട്ട് പോവാം. ഞാൻ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പോ സിമ്പിൾ ആയിട്ടുള്ള ഇത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ പറയാ, അതിന്റെ പ്രൈമറി ടെക്സ്റ്റ് നമുക്ക് ചാറ്റ് GPT ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഞാൻ അതിന്റെ ഒരു ഐഡിയ കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യട്ടെ. I want to Facebook ad related to
വീഡിയോ ക്രിയേഷൻ സർവീസ്, how to prepare ഇതിൽ വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രൈമറി ടെക്സ്റ്റ്, ഫേസ്ബുക്ക് ആഡ്, പ്രൈമറി ടെക്സ്റ്റ്, പിന്നെ ഡിസ്ക്രിപ്ഷൻ വരുന്നത് ഡിസ്ക്രിപ്ഷൻ, അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇത് കിട്ടും. ഓക്കെ, വേണ്ട കുറച്ച് പിന്നെ എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് എന്നുള്ള രൂപത്തിലൊക്കെയാണ് തരിക. അപ്പോൾ ആ ഒരു ഹെഡ്ലൈൻ ബൂസ്റ്റ് സെയിൽസ് വിത്ത് സ്റ്റണ്ണിങ് വീഡിയോസ്, ഗെറ്റ് ഹൈ കൺവേർട്ടിംഗ് വീഡിയോസ് ഇൻ 72 hours. ജസ്റ്റ് ഇത് കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡ്ലൈനും പിന്നെ ഡിസ്ക്രിപ്ഷനും ഒക്കെ. സോറി, ഹെഡ്ലൈൻ ആണ്. പ്രൈമറി ടെക്സ്റ്റ് മുകളിൽ നിന്നായിരുന്നു കോപ്പി ഉണ്ടായിരുന്നു, ഞാൻ അടിക്ക് പോയി. ഇതിൽ വരുന്നത് എവിടെയാണ് ഞാൻ കാണിച്ചു തരാം. ഈ പ്രൈമറി ടെക്സ്റ്റ് എന്താ ഈ ഒരു ഭാഗത്താണ് അതിൻ്റെ ഒരു പ്രൈമറി ടെക്സ്റ്റ് വരിക. അപ്പോൾ നമുക്ക് ആഡ് കാണുമ്പോൾ അതിൻ്റെ പ്രിവ്യൂ കാണിച്ചു. ഇങ്ങനെ ആയിരിക്കും നമ്മളിപ്പോൾ ഒരു ഇതിൽ നമ്മളൊരു ആഡ് പോവുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ആഡ് കാണുക. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ പല സ്ഥലത്തും പല രൂപത്തിൽ, ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഈ ഒരു സ്ഥലത്തായിരിക്കും, ഫേസ്ബുക്കിലാണെങ്കിൽ ഈ ഒരു മുകൾ ഭാഗത്ത് ഇതായിട്ടായിരിക്കും, നമ്മളെ വീഡിയോന്റെ മുകൾ ഭാഗത്ത്. ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ പിന്നെ ഇതിൽ മാറ്റിയിട്ടുള്ളൂ, ബാക്കി പഴയ വീഡിയോനെ കിടക്കുകയാണ്. അതാണ് രണ്ട് ടൈപ്പ് ഓഫ് വീഡിയോസ് കാണുന്നത്. അപ്പോൾ പ്രൈമറി ടെക്സ്റ്റ് അങ്ങനെ കൊടുക്കുക. ഈ പ്രൈമറി ടെക്സ്റ്റ് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനനുസരിച്ചുള്ള ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പോൾ ഇവിടെ കുറച്ച് വേരിയേഷൻസ് കൂടെ ക്രിയേറ്റ് ആയി തരും കേട്ടോ. ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഫേസ്ബുക്ക് തന്നെ ഉണ്ടാക്കും ഈ ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞത് പ്രൈമറി ടെക്സ്റ്റിന് ശേഷം ഓക്കെ അതിൻ്റെ ഹെഡ്ലൈന്. ഓക്കെ, ഹെഡ്ലൈന് നമുക്കിപ്പോൾ ഇതിലേതെങ്കിലും ഇത് കോപ്പി ചെയ്യാം. അതിവിടെ മാറിയത് കണ്ടോ? അപ്പോൾ ഈ ഒരു ഇതിന് ഇവിടെ അതിൻ്റെ ഒരു പിന്നെ ഇത് മാറി. ഇതല്ല നമുക്ക് വേറെ ഓപ്ഷൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കാം. AI ജനറേറ്റഡ് ആയിട്ട് ഇവിടെ വരുന്നു നമുക്കൊരു സജഷൻ എന്നുള്ള രൂപത്തിൽ. പിന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ,
ഡിസ്ക്രിപ്ഷൻ ശരിക്ക് ഓപ്ഷണൽ ആണ്, അധികം ഇതൊന്നുമില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇതെല്ലാം ശരിക്ക് അത്ര ഇമ്പോർട്ടൻറ്റ് അത്ര ഇതായിട്ടൊന്നുമില്ല. ഈ ഒരു പ്രൈമറി ടെക്സ്റ്റ് പിന്നെ കുറച്ച് നല്ല ഇതായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ ഒന്നുകൂടി ഇപ്പൊ ഫേസ്ബുക്കിലേക്ക് കാണാൻ പറ്റുന്ന എന്നുള്ള ഇതുണ്ട്. പിന്നെ അതില് ഡിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കൂടെ ഒപ്റ്റിമൈസ്ഡ് ടെക്സ്റ്റ് പെർ പേഴ്സൺ എനേബിൾഡ് എന്നുള്ള ഇത് വരും. അതായത് നമുക്ക് എന്താണ് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ഇപ്പോൾ ഓരോ ആളുകൾക്കും ഈ ഒരു ആഡ് കാണുമ്പോഴൊക്കെ. അപ്പൊ അത് എനേബിൾഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ കോൾ ടു ആക്ഷൻ, ഇപ്പൊ നമുക്ക് ഈ ഒരു ഇതിൽ എന്താണ് വേണ്ടതെന്നുള്ളത് ഇവിടെ വാട്സപ്പ് സെൻഡ് വാട്സപ്പ് മെസ്സേജ് എന്നുള്ള ഇതായിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിലെല്ലാം നമുക്ക് ഒരു അപ്ലൈ നോ എന്നുള്ള രൂപത്തിലാണ് വേണ്ടെങ്കിൽ ആ ഒരു ബട്ടന്റെ ഇത് അപ്ലൈ നോ നിന്നോ. ഓക്കെ, അല്ലെ ഇപ്പോൾ ലേൺ മോറോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വാട്സപ്പിലേക്ക് തന്നെയാണ് വരിക, പക്ഷേ ഈ ഒരു ബട്ടന്റെ മുകളിലുള്ളൊരു പിന്നെ ഇത് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിൽ വരുന്ന ഇപ്പോ എന്താണ് ഈ അഡ്വാൻറ്റേജ് പ്ലസ് ക്രിയേറ്റീവ്, അത് നമുക്ക് മാറ്റേണ്ട ആവശ്യം ഇല്ല. ഇവർ തന്നെ ചെറിയ ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. പിന്നെ അതിന് ശേഷം വരുന്നതാണ് ഡെസ്റ്റിനേഷൻ ഇപ്പോൾ എന്നുള്ളൊരു ഇതായിട്ട്. അപ്പൊ അവിടെ നമുക്ക് വാട്സപ്പിലേക്കാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ വാട്സപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് ഒരു മെസ്സേജ് ടെംപ്ലേറ്റ് എന്നുള്ള രൂപത്തിൽ ഇതുണ്ട്. അപ്പൊ എങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഒരു ആഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, വാട്സപ്പിലേക്കുള്ളതാവുമ്പോൾ നമുക്ക് ഒരു പ്രീഫിൽഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് അതിൽ കിടക്കുന്നുണ്ടാവും. ഇപ്പോൾ പ്ലീസ് ലെറ്റ് us know ഹൗ വി ക്യാൻ ഹെൽപ്പ് യു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതായിട്ട്. സോറി, ഇത് ഗ്രീറ്റിംഗ് ആണ്, ഇതല്ല. ഈ ഒരു ഹലോ ക്യാൻ ഐ ഗെറ്റ് മോർ ഇൻഫോ എന്നുള്ള രൂപത്തിലേക്ക് മൾട്ടിപ്പിൾ മെസ്സേജുകൾ അല്ലെങ്കിൽ സിംഗിൾ മെസ്സേജ് ഒക്കെ ഈ ഒരു ഇതായിട്ട് ഈ രൂപത്തിൽ. കാരണം ഇതിപ്പോ നമ്മളിവിടെ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു മെസ്സേജ് ആയിട്ട് ഇതാവും. അതായത് ഇപ്പോ ഞാനിപ്പോ ഒരാളെ ഒരു ആഡ് കാണുകയാണ്. അപ്പൊ അതില് ഈ ഫേസ്ബുക്കിൽ ഇപ്പൊ ഇതൊരു ആഡ് ആയിട്ട് കണ്ടു, പിന്നെ ഇവിടെ വാട്സപ്പ് എന്നുള്ള ബട്ടൺ അല്ലെങ്കിൽ ഇതുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാട്സപ്പിൽ പോയാലാണ് ഈ ഒരു രൂപത്തിൽ കാണുക ഫസ്റ്റ് മെസ്സേജ്. ഇവിടെ ഒരു വെൽക്കം മെസ്സേജ് ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു ഇതായിട്ട് ഗ്രീറ്റിംഗ് മെസ്സേജ് എന്നുള്ള രൂപത്തിൽ ഉണ്ടോ, ഗ്രീറ്റിംഗ്സ്. അത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഇപ്പൊ ഞാനിപ്പോ എന്താണ് ABC വെൽക്കംസ് യു എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പൊ ആ ഒരു സംഭവം ഇവിടെ മാറി, ഒരു ഗ്രീറ്റിംഗ് എന്നുള്ളത്. പിന്നെ നമുക്ക് കസ്റ്റമർ ആക്ഷൻ, ഇപ്പൊ പ്രീഫിൽഡ് മെസ്സേജ്. അപ്പോൾ ഈ ഒരു സംഭവമാണ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഹലോ ക്യാൻ ഐ ഗെറ്റ് മോർ ഇൻഫോ ദിസ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു വേറെ എന്തെങ്കിലും മെസ്സേജ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കാം. ഓക്കെ, ഇനി അതല്ല നമുക്ക് ഈ ഒരു ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ള രൂപത്തിലാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ മെസ്സേജസ് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഇവിടെ പ്രീഫിൽഡ് മെസ്സേജ് എന്നുള്ള രൂപത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നേ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഈ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. ഇനി അതല്ല മൾട്ടിപ്പിൾ ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നിലധികം മെസ്സേജുകൾ കൊടുക്കാൻ പറ്റും. മെസ്സേജ് കൊടുക്കുക പറഞ്ഞാൽ അവിടെ ഡിസ്പ്ലേ ചെയ്യാണ്, കസ്റ്റമർക്ക് ഏതാണോ ആവശ്യം എന്നുള്ളത് അവർക്ക് ഈ ഒരു സെൻഡ് ബട്ടണിൽ ജസ്റ്റ് ടച്ച് ചെയ്യേ വേണ്ടുള്ളൂ. ഇപ്പോ I would like to know more. Is anyone free to chat? ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഓട്ടോമാറ്റിക് റെസ്പോൺസ് എന്നുള്ള രൂപത്തിൽ അങ്ങനെ കൊടുക്കാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്നുള്ള രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാം. വാട്ട് ഈസ് ദ പ്രൈസ് അങ്ങനെ കൊടുക്കാം. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, അപ്പൊ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ വന്നത് കണ്ടോ. ഇനി
വാട്ട് ഈസ് ദ ഡേറ്റ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വന്നു. അങ്ങനെ എന്താണ് അപ്പൊ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിന് പറഞ്ഞത്. അങ്ങനെ എന്താണോ കസ്റ്റമർ ചോദിക്കാൻ പെട്ടെന്ന് ഫസ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ള പിന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാം കൊടുക്കാൻ പറ്റും. അതല്ല ഒരു ക്വസ്റ്റ്യൻ മാത്രം മതി ഉണ്ടെങ്കിലാണ് ഞാൻ ഈ ഒരു റീഫിൽഡ് മെസ്സേജ് എന്നുള്ള ഒരു മെസ്സേജ് മാത്രം മതി എന്നുണ്ടെങ്കിലാണ് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ. ഇതെന്ത് ചെയ്യാം, നമുക്കിവിടെ സേവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇപ്പൊ എല്ലാത്തിനും വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ആഡുകളൊക്കെ ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ തൽക്കാലം ഇപ്പൊ നമ്മള് ഇതുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, ഇപ്പൊ ഈ വാട്ട് ഈസ് ദ ഡേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓട്ടോമാറ്റിക് റെസ്പോൺസ് വേണമെങ്കിൽ സെറ്റ് ചെയ്തേക്കാം. ഡേറ്റ് ഈസ് 1/2025. ഇപ്പൊ അതിന്റെ പ്രൈസ് ₹1000. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണ്ട, അവര് എല്ലാത്തിനും നമ്മൾ മാനുവലായിട്ട് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സംഭവത്തിന് ഈ ഒരു ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അതിനങ്ങനെ ഓട്ടോമാറ്റഡ് ആയിട്ട് റിപ്ലൈ പോവുകയും ചെയ്തോളൂ. പക്ഷെ നമുക്ക് ഇവിടെ ആര് മെസ്സേജ് അയച്ചെന്നുള്ളത് കാണാനും പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ അത് സേവ് ചെയ്യാം. അപ്പൊ ഈ ഒരു സംഭവം ഒരു ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ആയിട്ട് കിടക്കും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോ ഈ ഒരു ടെംപ്ലേറ്റ് ഈ ഒരു ഇന്നത്തെ ഡേറ്റിൽ സേവ് ആയി. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അതല്ല, ഇത് വേണ്ട, നമുക്ക് വേറെ പുതിയ ഒരു സംഭവം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. അപ്പൊ ഇവിടെ ഇപ്പോൾ നേരത്തെ പോലെ പുതിയൊരു ഇതായിട്ട് വരും. അത് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു മെസ്സേജ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ടെംപ്ലേറ്റ് ആയിട്ട് ഞാൻ പുതിയൊരു ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്യാം. അപ്പോൾ അത് സേവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം ഒരു ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്തു. ഇപ്പോൾ ഇവിടെ 2 ടെംപ്ലേറ്റ് ഉണ്ടാവും. കുറേ ടെംപ്ലേറ്റുകൾ ഉണ്ട്. ഇതിപ്പോ ഞാനിപ്പോ സേവ് ചെയ്തു. ഇതിപ്പോ നേരത്തെ നമ്മൾ സേവ് ചെയ്തു. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു കുറേ ക്വസ്റ്റ്യൻസ് ഉള്ള ഇതാണ് വരിക. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ഉള്ള സംഭവങ്ങൾ. ഇത് ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒന്നുകിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഉള്ളത് യൂസ് ചെയ്യും. പിന്നെ അതിന് ശേഷം പിന്നെ സംഭവങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യെല്ലാം കറക്റ്റ് അല്ലേ, പിന്നെ കൊടുത്തതെല്ലാം ഓക്കെ അല്ലേ എന്നുള്ളത് നമ്മളൊന്ന് മാനുവലായിട്ട് പിന്നെ ഇതിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. അതിന്റെ നെയിം അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, പിന്നെ കൊടുത്ത ഇമേജ് അല്ലെങ്കിൽ വീഡിയോ കറക്റ്റ് അല്ലേ, പിന്നെ അതുപോലെ ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്ത എന്താ പറയാ ഓഡിയൻസ് സെറ്റ് ചെയ്തതെല്ലാം കറക്റ്റ് അല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാം. അതുപോലെ ബജറ്റ് കാര്യങ്ങൾ ഇതെല്ലാം ശരിയല്ലേ എന്നുള്ളതൊക്കെ. ഇപ്പൊ ചില സമയത്ത് നിങ്ങൾക്ക് ഇവിടെ എറർ എന്നൊക്കെ കാണാം. അപ്പൊ അത് ശരിക്കും നോക്കുക എന്താണ് അതിന്റെ ഒരു എറർ വരുന്നത് എന്നുള്ളതൊക്കെ. അപ്പൊ ഇവിടെ ജസ്റ്റ് വായിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്താണ് എറർ വരുന്നത്. ഇപ്പൊ ചില സമയത്ത് നമ്മളിവിടെ ഈ സെലക്ട് ചെയ്തത് ശരിയായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയാ ഈ ഡേറ്റ് ചിലപ്പം ഇതായിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ വരാറുണ്ട്. അതുപോലെ ചില സമയത്ത് ഇവിടെ ഈ സംഭവങ്ങള് പിന്നെ ആ വീഡിയോന്റെ സൈസുമായിട്ട് മാച്ച് ആവാത്ത പ്ലേസ്മെന്റ് ആവാം. അപ്പൊ ആ പ്ലേസ്മെന്റ് ജസ്റ്റ് ഒന്ന് ടിക്ക് ഒഴിവായി കൊടുക്കുക. അതല്ല അതിനനുസരിച്ചിട്ടുള്ള രൂപത്തിലാണ് നിങ്ങളെ വീഡിയോ എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഈ ഇൻസ്റ്റഗ്രാം എക്സ്പ്ലോർ, ഇൻസ്റ്റഗ്രാം ഹോം എക്സ്പ്ലോർ ഇതൊന്നും അത്ര ഒരു സംഭവങ്ങളല്ല. ഇൻസ്റ്റഗ്രാം ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ നമുക്ക് അതിൽ കാണുന്ന ഒരു വിൻഡോ എന്നുള്ള രൂപത്തിൽ, അതായത് ഇപ്പൊ നമ്മൾ എക്സ്പ്ലോർ ഹോം എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. നമ്മളിപ്പോ ഈ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ പിന്നെ സെർച്ച് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നൊരു കാര്യം ഇൻസ്റ്റഗ്രാം എക്സ്പ്ലോർ. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ ആഡ് കാണിച്ചു പ്രത്യേകിച്ചൊരു
ഇത് ഇതാവാൻ പോകുന്നില്ല. അപ്പൊ അത് വേണ്ട എന്നുണ്ടെങ്കിൽ അതെല്ലാം ടിക്ക് ഒഴിവാക്കുക. കാരണം വെറുതെ ഇപ്പൊ അവിടെ ഒരു ആഡ് വന്നുകൊണ്ട് പ്രത്യേകിച്ച് റിസ്ക് ഇതില്ല എന്നുള്ളതാണ്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. അടുത്ത വിൻഡോയും ഓക്കെ ആണ് എന്നുള്ളതായിട്ട് എന്ത് ചെയ്യാം, പബ്ലിഷ് എന്നുള്ളത്. ഈ പബ്ലിഷ് ചെയ്താലുള്ള ആ ഒരു ആഡ് പിന്നെ ബാക്കിയുള്ള, അതായത് ഇതെല്ലാം കറക്റ്റ് ആണ് പിന്നെ ഓക്കെ ആണ് എന്നുള്ള രൂപത്തിൽ അത് ഇതായി പോവുള്ളൂ, ക്ലിയർ ആയി പോവുള്ളൂ. പബ്ലിഷ് ചെയ്താലും എന്താണ്, ഇതെല്ലാം സെറ്റിങ്സ് എല്ലാം ഓക്കെ ആണ്. പിന്നെ ബാക്കി പിന്നെ അവർ റിവ്യൂ ചെയ്ത് അതുപോലെ വെരിഫൈ ചെയ്തിട്ടാണ് പിന്നെ അത് റണ്ണായി തുടങ്ങുള്ളൂ. ഉണ്ട് പബ്ലിഷ്ഡ് എന്നുള്ളൊരു ഇതായിട്ട് വന്നു. ജസ്റ്റ് ഇതൊന്ന് നമുക്ക് ഒരു ചില സമയത്ത് പല രൂപത്തിലും അല്ലെങ്കിൽ പല സമയത്തും പല ഇതിലും സമയം എടുത്തിട്ടൊക്കെ ആയിരിക്കും വരിക. അവിടെ ജസ്റ്റ് ഇത് ഇടയ്ക്കൊന്ന് റിഫ്രഷ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ ഇറക്കാൻ പറ്റും. ഇതിപ്പോ ഡ്രാഫ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്, പക്ഷെ ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിവ്യൂയിലേക്ക് പോകും. ആ റിവ്യൂയിലേക്ക് പോയിട്ടാണ് പിന്നെ അത് റണ്ണായി തുടങ്ങുള്ളൂ. പിന്നെ ഇവിടെ ഇപ്പൊ നമ്മൾ ഈ നോക്കുന്ന സമയത്തെല്ലാം ഈ ഒരു ഡേറ്റ് റേഞ്ച് നോക്കുക. അപ്പൊ അധികം നമ്മൾ മാക്സിമത്തിൽ ഇടുക. അപ്പൊ മാക്സിമത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള എല്ലാ ക്യാമ്പയിനും എല്ലാ കാര്യങ്ങളും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതായിട്ട് അറിയാൻ പറ്റും. അതെല്ലാം നമുക്ക് ഓരോ ഡേ ബൈ ഡേ അല്ലെങ്കിൽ ആ രൂപത്തിലാണ് നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇവിടെ കാണാൻ പറ്റും. ഓരോ ഡേറ്റ് റേഞ്ച് സെലക്ട് ചെയ്തിട്ടൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഒരു വാട്സപ്പിലേക്കുള്ള ഒരു ട്രാഫിക് ക്യാമ്പയിൻ ചെയ്യുന്നത്. ഇനി വാട്സപ്പിലേക്ക് തന്നെ നമുക്ക് വേറൊരു രൂപത്തിൽ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റ് ആഡ് കൊടുക്കുക, ക്യാമ്പയിനിൽ വരിക. ഇവിടെ നിങ്ങൾ സെലക്ട് ഇത് നോക്കണം. അതായത് ചിലപ്പോ ക്യാമ്പയിൻ്റെ അല്ലേ ഈ ഒരു ഇത് ഫസ്റ്റ് ഇത് കിടക്കുന്നത് നോക്കുക. ചിലപ്പോൾ ഈ ഒരു ആഡ് സെറ്റ് കാര്യം ഇതിലൊക്കെ പോയിട്ട് ക്രിയേറ്റ് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അപ്പൊ അത് ഈ ക്യാമ്പയിന്റെ ഉള്ളിലായി പോകും. വേറൊരു ക്യാമ്പയിനാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യാം. പുതിയൊരു ക്യാമ്പയിനായിട്ട് ഇപ്പൊ നമ്മൾ ചെയ്യാണ്. ക്രിയേറ്റ് കൊടുക്കുക, എൻഗേജ്മെന്റ് കൊടുക്കുക. എൻഗേജ്മെന്റ് ഉദ്ദേശിക്കുന്നതും ഏകദേശം ഈ ഒരു സംഭവങ്ങൾ തന്നെയാണ്. നമ്മൾക്കിപ്പോ കൂടുതൽ മെസ്സേജിങ്, കൂടുതൽ വീഡിയോ വ്യൂസ് ആ ഒരു പോസ്റ്റുമായിട്ട് ഇപ്പൊ നമ്മൾ എൻഗേജ്മെന്റ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വാട്സപ്പിലേക്കും മെസ്സഞ്ചറിലേക്കും ഇതൊക്കെ ആയിട്ട്. അപ്പൊ ഈ പോസ്റ്റുമായിട്ട് ആളുകൾക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതിലേക്ക് മെസ്സേജ് ചെയ്യാനും ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ എന്നുള്ളതാണ്. ഇത് വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ത്രൂ ഗെറ്റ് മെസ്സേജസ്, ത്രൂ മെസ്സേജിങ്, വീഡിയോ വ്യൂസ്, പോസ്റ്റ് എൻഗേജ്മെന്റ്, പേജ് ലൈക്സ്, ഇതിനൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോ ആ ഒരു രൂപത്തിലാണ് ഇതിന്റെ വരുന്നത്. ഈ ഒരു ട്രാഫിക് ക്യാമ്പയിനിൽ ഞാൻ മെസ്സേജിങ്ങിന്റെ ഒപ്പം തന്നെ ഇപ്പൊ ഇവിടെ നമ്മൾ കോൾസ് ഞാൻ ഇപ്പൊ ഇൻസ്റ്റഗ്രാം ഓർ ഫേസ്ബുക്ക് മെസ്സേജ് ഡെസ്റ്റിനേഷൻ ആണ് നമ്മൾ വാട്സപ്പിലേക്കുള്ള സംഭവം പറഞ്ഞു. ഇനി അത് മെസ്സേജ് ഡെസ്റ്റിനേഷനിൽ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ രൂപത്തില് പിന്നെ ഇൻസ്റ്റഗ്രാമിലേക്കോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്കോ കൊണ്ടുവരാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, മറ്റുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾസ് ആണ്. ഓക്കെ ആണോ? ഇവിടെ ഇൻസ്റ്റഗ്രാം ഓർ ഫേസ്ബുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കിൽ പേജ് വിസിറ്റ് ചെയ്യാനുള്ളൊരു ഇതായിട്ട്. അപ്പൊ അവിടെ ജസ്റ്റ് അല്ലെങ്കിൽ ഒരു ലൈക്ക് ബട്ടൺ പോലെ ആയിരിക്കും ഇവിടെ വരിക. പിന്നെ ഫേസ്ബുക്കിന്റെ പേജിന്റെ ഒരു ഇതായിട്ടാണ് വരിക. അതിൽ നമുക്ക് ഒന്നുകിൽ ലൈക്ക് ചെയ്യാം അല്ലെങ്കിൽ അത് വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ടായിരിക്കും വരിക. അപ്പൊ ഇങ്ങനത്തെ ഒരു ആഡ് അധികം കാണാറില്ല. ഒരു സംഭവത്തിന് കൂടുതൽ റീച്ച് അല്ലെങ്കിൽ കൂടുതൽ ഇത് വേണമെന്ന് അങ്ങനത്തെ ആഡുകളൊക്കെ അധികം ഉണ്ടാവാറ്. മിക്ക ആളുകളും അത് അധികം യൂസ് ചെയ്യാറില്ല.
പിന്നെ പുതിയ പ്രൊഫൈലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ചെയ്യാറുള്ളൂ. പക്ഷെ ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഈ വാട്സപ്പിലേക്കുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രൂപത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ലീഡ് എന്നുള്ള രൂപത്തിൽ കോള് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു നമ്പർ കൊടുക്കണം. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. കോള് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആഡ്സിൽ വരിക ഉണ്ടോ ഇവിടെ ഡെസ്റ്റിനേഷൻ, ഇപ്പോൾ കോളിനോ നമുക്ക് ഏതാണ് കൺട്രി കോഡ് എന്നുള്ള ഇതായിട്ട്. അപ്പോൾ ഞാൻ 91 കൊടുത്തിട്ട് എന്ത് ചെയ്യും, ഫോൺ നമ്പർ ഏത് നമ്പറിലേക്കാണ് പിന്നെ കോള് വരട്ടിച്ച് ആ ഒരു നമ്പറും കൊടുക്കുക. ഓക്കെ. പിന്നെ എനേബിൾ കോൾ ബാക്ക് റിക്വസ്റ്റ്. അപ്പോൾ കോൾ ബാക്ക് റിക്വസ്റ്റ് എനേബിൾ ചെയ്യണം എന്നുള്ളതായിട്ട്. അപ്പോൾ ഓഫ് ചെയ്തില്ല. ഓക്കെ. ഇപ്പോൾ ആളുകൾക്ക് നമുക്ക് ഇപ്പോൾ ഒരു ആഡ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയായിരിക്കും വെച്ചാൽ ഇതിപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനത്തെ ആഡുകളൊന്നും വളരെ കുറവേ വരാറുള്ളൂ. നമ്മുടെ മാതൃഭൂമിയുടെ ഒരു നോക്കട്ടെ, ചെറിയൊരു സമയത്ത് കാണാറുണ്ട്. ചില പോസ്റ്റുകൾ കാണാറുണ്ട്. ഒന്നുമില്ല, ഇവിടെ ഒരു പിന്നെ ഇതുപോലെ ആഡിന്റെ വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റർ ആണെങ്കിൽ അതിൻ്റെ ഒപ്പം ഒരു കോളിന്റെ ബട്ടൺ ഉണ്ടാവുന്നു മാത്രം. അവർക്ക് ഡയറക്റ്റ് നമുക്ക് ആ ഒരു നമ്പറിലേക്ക് കോള് വിളിക്കാനുള്ളൊരു ഓപ്ഷൻ നൽകാൻ പറ്റും. പക്ഷെ അത് അധികം ആൾ അത്ര ഉപയോഗിക്കലില്ല. അപ്പോൾ വാട്സപ്പിലേക്കുള്ള മെസ്സേജ് ആകുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കാണാറുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ കോൾ ഓപ്ഷനാണ് പറഞ്ഞത്. കോൾ സെറ്റിങ്സിലാണ് അത് വരുന്നത്. എന്നിട്ട് അത് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് തന്നെ, സാധാ ഇതുപോലെ തന്നെ. അപ്പൊ ഇത് പബ്ലിഷ് ചെയ്യുന്നില്ല, ജസ്റ്റ് ക്ലോസ് ചെയ്യണം. അപ്പോൾ ആ ഒരു കാര്യമാണ് ട്രാഫിക് ആഡിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെയാണ് എൻഗേജ്മെന്റ് ആഡും വരുന്നത്. എൻഗേജ്മെന്റ് ആഡും ഈ ഒരു സെയിം ഇതായിട്ട് തന്നെയാണ്. ഇപ്പോൾ മെസ്സേജ്, മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, വീഡിയോ വ്യൂസ്, പോസ്റ്റ് എൻഗേജ്മെന്റ്, കൺവേർഷൻസ്, കോൾസ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെയുള്ള സെറ്റപ്പുകൾ തന്നെ വരും. ചെറിയൊരു ഡിഫറൻസ് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എൻഗേജ്മെന്റ് രൂപത്തിലും നമുക്ക് ചെയ്യാം. എൻഗേജ്മെന്റ് ആണ് ട്രാഫിക്കിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയും. കാരണം അതിലാണ് കൂടുതൽ റിസൾട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതില് മെസ്സേജിങ് ഡെസ്റ്റിനേഷൻ, ഇപ്പോൾ കൺവേർഷൻ ലൊക്കേഷൻ കണ്ടോ, മെസ്സേജിങ് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. പിന്നെ ഓൺ യുവർ ആഡ് എന്നുള്ളത്, അതായത്
ഗെറ്റ് പീപ്പിൾ ടു വാച്ച് എ വീഡിയോ എന്നുള്ളത്, അതായത് നമ്മൾ ആ ഒരു വീഡിയോ കൂടുതൽ ആളുകൾ വാച്ച് ചെയ്യുക എന്നുള്ള രൂപത്തിൽ. പിന്നെ കോള് തന്നെ, ഇപ്പോൾ കോള് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെ കോളിന്റെ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ വെബ്സൈറ്റിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിലേക്ക് പോവാം. അപ്പൊ അതിന്റെ ഗോള് പിന്നെ കാര്യങ്ങളൊക്കെ ഈ പിക്സല് ഞാൻ കാണിച്ചു തരാം. മാക്സിമൈസ് നമ്പർ ഓഫ് കൺവേർഷൻസ് എന്നുള്ളത് കൊടുക്കുക. ലിങ്ക് ക്ലിക്കോ അല്ലെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ലാൻഡിംഗ് പേജോ കൊടുത്തിട്ട് അധികം കാര്യമില്ല. കാരണം കുറെ ക്ലിക്കോ അല്ലെങ്കിൽ വ്യൂസോ വരുന്നേക്കാൾ ഇതാണ് നമുക്ക് കൺവേർഷൻസ് ആണ് നമ്മൾ നോക്കുന്നത് എന്നുള്ള ഇതായിട്ട്, പെർഫോമൻസ് അതിന്റെ ഗോളായിട്ട്. പിന്നെ ഇവിടെ ഇപ്പൊ ആപ്പ്, ഈ ആപ്പാണ് പിന്നെ നമുക്ക് സോറി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഫേസ്ബുക്ക് പേജ്, ആ ഒരു പേജിന്റെ എൻഗേജ്മെന്റ് കൂട്ടാൻ വേണ്ടി അതിൽ വിസിറ്റേഴ്സിന് അല്ലെങ്കിൽ ഇതൊക്കെ ആ വീഡിയോസ് കൂടുതൽ കാണാനും അതിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനുള്ള രൂപത്തിൽ. അപ്പൊ നമുക്ക് ഈ ഒരു സംഭവം ഇതാവുക, അതായത് മെസ്സേജ് ഡെസ്റ്റിനേഷൻസ് എന്നുള്ളത്. അതില് എന്ത് ചെയ്യാം, പേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മളെ ഏത് പേജിലാണോ ചെയ്യുന്നത്, ഓൾറെഡി ഈ ഒരു പേജ് ഇവിടെ സെലക്ട് ആയിട്ടുണ്ടാവും, ഒരു പേജ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ മൾട്ടിപ്പിൾ പേജിൽ നമുക്ക് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇപ്പോ മെസ്സേജ് ഡെസ്റ്റിനേഷൻസ് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ വാട്സപ്പ് കൊടുക്കുക. മാക്സിമം നമ്പർ ഓഫ് കോൺവെർസേഷൻസ്, ഈ ഒരു എൻഗേജ്മെന്റിന്റെ ഗോളാണ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് കോൺവെർസേഷൻസ് ഇവിടെ കൂടണം, ആളുകൾ മെസ്സേജ് അയക്കുന്നത് കൂടണമെന്നുള്ളത്. പിന്നെ അതിന്റെ ഡെയിലി ബജറ്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ അതുപോലെ നേരത്തെ നമ്മൾ ലൊക്കേഷൻ സെറ്റ് ചെയ്തതുപോലെ. ഇനിയിപ്പോ അതല്ല, നമുക്കിവിടെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ചെയ്ത സെയിം ഓഡിയൻസ് ഇവിടെ കണ്ടോ, ഇവിടെ യൂസ് സേവ്ഡ് ഓഡിയൻസ് കാണാം. അപ്പൊ ആ ഒരു ഇപ്പൊ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത മൈ ഓഡിയൻസ് ഇവിടെ കാണും. അപ്പൊ ആ ഓഡിയൻസ് സെലക്ട് ചെയ്യാം. അതല്ല ഉണ്ടെങ്കിൽ നമുക്കിവിടെ പുതിയ ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഓരോന്നും സെലക്ട് ചെയ്തിട്ട് ടു ഒറിജിനൽ ഓഡിയൻസിലേക്ക് പോവാം. ഈ ഇവിടെ അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് എന്ന് നിങ്ങൾക്ക് പലപ്പോഴും കാണാം, പലപ്പോഴും അല്ല എല്ലാപ്പോഴും കാണാം. അത് ഫേസ്ബുക്ക് തന്നെ നമ്മുടെ ഓഡിയൻസിനെ തീരുമാനിക്കുന്ന രൂപത്തിൽ. പക്ഷെ അത് അത്ര ഒരു നല്ലൊരു പിന്നെ ഇതായിട്ട് ഇപ്പോഴും വന്നിട്ടില്ല. ചിലവർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഡിപ്പെൻസ് ഓൺ മിക്ക ആഡിനും ഒരു റിസൾട്ട് ഇതായിട്ട് വരുന്നില്ല. നമ്മൾ പലതും പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ. അതുപോലെ തന്നെ ഈ പ്ലേസ്മെന്റും ഇപ്പോൾ ഫേസ്ബുക്ക് തന്നെ എവിടെയൊക്കെ കാണിക്കണം എന്നുള്ള ഒരു ഇതെടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഈ ഒരു ഒറിജിനൽ ഓഡിയൻസ് വെച്ചിട്ട് തന്നെ ചെയ്യാം. പിന്നെ കുറച്ച് കഴിഞ്ഞാലൊക്കെ ഇത് പെർഫെക്റ്റ് ആയിട്ട് വന്നുകൂടായില്ല. കാരണം അതിന്റെ ബാക്കിൽ അത്രയും ടെക്നോളജി അല്ലെങ്കിൽ ഇതുകൾ അവർ വരുന്നുണ്ട്. ഇപ്പൊ കണ്ടോ, ഞാനിപ്പോ ഇവിടെ 200 രൂപ കൊടുത്തു. ആ ഒരു 200 രൂപ പിന്നെ കുറെ ഇപ്പോ ലൊക്കേഷൻ ഇന്ത്യ, അത് ഇത് പിന്നെ ലാംഗ്വേജ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഞാനൊരു ഈ ഒരു ഓഡിയൻസ് സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമുക്കത് 7,000-ന്റെ 20,000-ന്റെ ഇടയിൽ ആളുകളിലേക്ക് റീച്ച് ആവും. 1 to 10 ആളുകൾ മെസ്സേജുകൾ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതൊരു എസ്റ്റിമേറ്റഡ് ആണ് ഇതായിട്ട്. കുറച്ച് കൂട്ടിയിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഞാനതൊരു 1000 കൊടുത്തു നോക്കിയാണ്. $5 to 19 അതായിട്ട്. പക്ഷെ അത് നോക്കേണ്ട ആവശ്യം അധികമില്ല. നമുക്ക് തീരെ ആ ഒരു ആഡിന് റിസൾട്ട് കിട്ടിയില്ല, പിന്നെ
നോക്കേണ്ടതുള്ളൂ. പക്ഷെ മിക്കതും അതിനേക്കാൾ ഇതിന്റെ ഇരട്ടിയൊക്കെ വരുന്ന രൂപത്തിലാണ് ഉണ്ടാവുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഏതാണ് അതിന്റെ ഒരു ക്രിയേറ്റീവ് ആഡ് സെറ്റപ്പിൽ വന്നിട്ട് ക്രിയേറ്റ് ആഡ് എക്സിസ്റ്റിംഗ് പോസ്റ്റ് ആ ഒരു ഇത് കൊടുക്കുക. ഇവിടെ കറോസൽ ഉണ്ടാവും. ഇത് എല്ലാത്തിലും വരും ഈ കറോസൽ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ കറോസൽ കാർഡ് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഓരോ ആഡ് ഇമേജ് കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ഇമേജസ് ഒരു ഇതിൽ വെച്ച് കൊടുക്കാമെന്നാണ്. ഞാനിപ്പോ ഈ ഒരു ഇമേജ്, ഇതൊരു ഇമേജ് ഇങ്ങനെ പല ഇമേജുകളും കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഇത് എല്ലാ ആഡിലും പറ്റും. എൻഗേജ്മെന്റ് ആഡിൽ മാത്രമല്ല, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. ഇപ്പോൾ 4 കാർഡുകൾ ആഡ് ചെയ്തു. 4 ഇമേജുകൾ കണ്ടോ ഇവിടെ. അപ്പോൾ ആ ഒരു ഈ രൂപത്തിലായിരിക്കും വരിക. ഉണ്ടോ ഓരോ ഇമേജ് എന്നുള്ള രൂപത്തിൽ. പക്ഷെ ഇങ്ങനെ ഇതാണ് ഫേസ്ബുക്കിൽ ഈ രൂപത്തിലായിരിക്കും. അപ്പൊ നമുക്ക് ഒരു ഇമേജ് ഇങ്ങനെ വരും, അത് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇമേജ് വരും, ഇങ്ങനെ ആയിട്ട്. എന്ന് വെച്ചാൽ നമുക്ക് മൾട്ടിപ്പിൾ ഇമേജിൽ ഒരു ആഡിൽ മൾട്ടിപ്പിൾ ഇമേജ് കൊടുത്തിട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ സപ്പോസ് കുറെ അല്ലെങ്കിൽ ഒരു 5-6 പ്രൊഡക്റ്റ് ഒന്നിച്ച് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ. ഇപ്പോൾ എല്ലാ പ്രൊഡക്റ്റും അവർ വാങ്ങുന്നതാണെങ്കിൽ ഈ ഒരു ഒറ്റ പോസ്റ്ററിൽ കുത്തി നിറച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പോസ്റ്റർ എന്നുള്ള രൂപത്തിലാണ്, ഇമേജ് എന്ന രൂപത്തിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അല്ല ഒരു വീഡിയോ എന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം. അപ്പോഴും നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു വീഡിയോയിൽ പിന്നെ മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ രൂപത്തിൽ നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. അപ്പൊ അത് കൊടുക്കുക, സേവ് ചെയ്യുക. അപ്പൊ ഇവിടെ ഈ കറോസൽ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ചെറിയൊരു സംഭവം, അതായത് ഇതിന്റെ ഡീറ്റെയിൽ ഇത് കൊടുക്കുക. ഹെഡ്ലൈൻ, ഈ ഒരു ചാറ്റ് വിത്ത് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ എന്തിനു കൊടുക്കുന്നില്ല, അങ്ങനെ കൊടുത്ത് ഇതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും. ഇവിടെ ഓരോ ഇമേജിനും ആ ഒരു രൂപത്തിൽ അതിൻ്റെതായിട്ടുള്ള ഇതുകൾ വരും. പിന്നെ അതിലൊരു മ്യൂസിക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പൊ ആ ഒരു ഇമേജ് കാണുമ്പോൾ ഒരു ചെറിയൊരു മ്യൂസിക് പ്ലേ ആവും. പിന്നെ അതുപോലെ തന്നെ ഇതിലിപ്പോ നമ്മൾ കൊടുത്ത 4 ഇമേജ്, അതിൽ ഏതാണ് ബെസ്റ്റ് പെർഫോമിങ് അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ ആളുകൾ കൂടുതൽ കാണുന്നത് വെച്ചാൽ അത് ഫസ്റ്റ് കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ അത് ഫേസ്ബുക്ക് തന്നെ അതിൻ്റെ ഇതിൽ നോക്കിയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കും. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ആ ഒരു ഇമേജ് ആവില്ല കൂടുതൽ ആളുകൾ കാണുക, അതിന്റെ ശേഷമുള്ള ഇമേജ് രണ്ടാമത്തെ മൂന്നാമത്തെ. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആദ്യം കൂടുതൽ കാണുന്ന ആള് പിന്നെ ഇമേജ് ഓട്ടോമാറ്റിക് ആയിട്ട് ആദ്യത്തേക്ക് വരും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ വ്യൂസ്, കൂടുതൽ ലീഡുകൾ കിട്ടും എന്നുള്ളത്. പ്രൈമറി ടെക്സ്റ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്ത ആ ഒരു സംഭവം തന്നെ. അതുപോലെ മെസ്സേജിങ് ടെംപ്ലേറ്റ്, ഇപ്പൊ നമുക്ക് എങ്ങനെ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഇതായിട്ട്. അപ്പൊ നേരത്തെ നമ്മള് എന്താ പറയാ FAQയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പൊ ഇവിടെ യൂസ് എക്സിസ്റ്റിംഗ് കൊടുക്കുക, അല്ലാണെങ്കിൽ പുതിയത് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ പാർട്ട്ണർ ആപ്പ്, അത് ഇപ്പൊ നമുക്ക് ഏതെങ്കിലുമൊക്കെ വേറെ ഇതിലേക്ക് കണക്ട് ചെയ്യണം. പക്ഷെ ഇത് അത്ര ഒരു ആവശ്യം ഇപ്പൊ വരുന്നില്ല. ഞാനത് ഇപ്പോൾ വാട്ടിയാൽ ഇതുപോലെ സംഭവത്തിലേക്ക് കണക്ട് ചെയ്യിച്ചാൽ ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് വാട്ടി അല്ലെങ്കിൽ ഏതാണോ വാട്സപ്പ് പിന്നെ ഓട്ടോമേഷൻ നടക്കുന്ന സംഭവം അതിന്റെ നമ്പർ തന്നെ കൊടുത്താൽ മതി. നേരത്തെ നമ്മൾ വാട്സപ്പിന്റെ നമ്പർ കൊടുത്തു ആ ഒരു സ്ഥലത്ത്. പിന്നെ ഇപ്പൊ ഇവിടെ കണ്ടപ്പോ വെരിഫൈ ഒരു ഇത് വന്നിട്ടുണ്ട്, ഒരു എറർ വന്നിട്ടുണ്ടോ, ചൈൽഡ് പിന്നെ കറോസൽ ചൈൽഡ് വീഡിയോ ഓർ ഇമേജ് ഈസ് മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് എന്താണ് അതിന്റെ ഇത് നോക്കി നോക്കാം. നോട്ട് വീഡിയോ ഓർ ഇമേജ് ഈസ് നോട്ട് സെറ്റ് ഫോർ കറോസൽ ചൈൽഡ് അറ്റാച്ച്മെന്റ്. പ്ലീസ് എഡിറ്റ് യുവർ ആഡ് ക്രിയേറ്റീവ് ആൻഡ് ട്രൈ അഗെയിൻ.
ആ ഒരു ഫസ്റ്റത്തെ ഒരു പിന്നെ ഇമേജിന് നമ്മളൊരു ഇത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഓക്കെ. ഇങ്ങനെ പല എററും ഇപ്പോൾ ഇവിടെ കാണിക്കും നമുക്ക്. അപ്പോൾ ഇത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ എന്താണോ അത് വായിച്ചു നോക്കിയിട്ട് അതിന്റെ ഇതിൽ പോവാം. മിക്ക ഫസ്റ്റ് സമയത്തും കുറേ എറർ ഇവിടെ വരാം, കാരണം സാധാരണ സംഭവിക്കുന്നതാണ്. അപ്പോൾ അത് ഒരു എറർ കോഡും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഇവിടെ കാണും. അപ്പോൾ ജസ്റ്റ് വായിച്ചു നോക്കുക എവിടെയാണ് എന്താണെന്നൊക്കെ. അപ്പോൾ ഓരോ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് നമ്മൾ അങ്ങനെ ഇരുന്ന് ചെയ്താൽ മതി. പേജ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓഡിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആദ്യത്തെ ഈ ആഡ് സെറ്റ് എന്നുള്ള ഇതിലാണ് വരിക. അപ്പോൾ അത് റിലേറ്റഡ് ആണെങ്കിൽ അവിടെ വരിക. ഇനി അതല്ല പിന്നെ ഈ ആഡ് റിലേറ്റഡ് ആയി ഇപ്പോൾ ഇതുപോലെ ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഇമേജ് അല്ലെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഈ ഇതിൽ വരിക, അത് ക്ലിയർ ചെയ്യുക. പിന്നെ ഇപ്പോൾ ഇതിന്റെ കോൾ ടു ആക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് സെൻഡ് അല്ലെങ്കിൽ സെൻഡ് വാട്സപ്പ് മെസ്സേജ് എന്നുള്ള ഇതായിട്ടുണ്ട്. അപ്പോൾ അതല്ല നമുക്ക് അപ്ലൈ നൗ അല്ലെങ്കിൽ ഓർഡർ നൗവോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സംഭവം കൊടുക്കാം. അതുകൊണ്ട് ഇപ്പോൾ ഓർഡർ നൗ എന്നുള്ള രൂപത്തിലേക്ക് ആ ഒരു സംഭവം മാറി, ആ ഒരു ബട്ടൺ മാറി. പിന്നെ പ്രൈമറി ടെക്സ്റ്റും പിന്നെ ഡിസ്ക്രിപ്ഷനൊക്കെ നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ. എന്നിട്ട് പബ്ലിഷ് ചെയ്യുക. വേറെ ട്രാക്കിംഗ് അല്ലെങ്കിൽ സംഭവങ്ങളൊന്നും ഇപ്പൊ നമുക്ക് ഇതാവണ്ട, അത് ഞാൻ കാണിച്ചു തരാം. ട്രാക്കിംഗ് ശരിക്കും ഇപ്പൊ നമുക്ക് ആ ഒരു എന്താ പറയാ വെബ്സൈറ്റ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ശരിക്കൊരു ഇത് വർക്ക് ചെയ്യുള്ളൂ. എന്നിട്ട് പബ്ലിഷ് കൊടുക്കുക. അപ്പോൾ എൻഗേജ്മെന്റ് ആഡും ഇതായിട്ട് വരും. പബ്ലിഷ് ചെയ്യുമ്പോൾ യാതൊരു ഇതുമില്ല. എറർ ഉണ്ടെങ്കിൽ അത് പബ്ലിഷ് ഇതാവാതെ എറർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ചില ക്രിട്ടിക്കൽ എറർ ഒക്കെ ആണെങ്കിൽ, ചെറിയ എറർ ഒക്കെ ആണെങ്കിൽ പബ്ലിഷ് ആവും, പക്ഷെ എന്നാലും നമുക്കിവിടെ എറർ എന്നുള്ള ഇതായിട്ട് വരും. അപ്പോൾ ചെയ്ത നേരത്തെ ചെയ്ത ആഡ്, ഇപ്പൊ നമ്മൾ ചെയ്ത ആഡ് അത് കാശില്ലാത്ത കാരണം, അതിൽ അക്കൗണ്ടിൽ ഇതില്ലാത്ത കാരണം പേയ്മെന്റ് എറർ എന്നുള്ള രൂപത്തിൽ നിൽക്കുക. അല്ലാണ്ട് ഇപ്പൊ ഇത് റിവ്യൂലായിരിക്കും ഉണ്ടാവും. അപ്പോൾ അത്രയാണ് ഈ ഒരു നമ്മുടെ ഫസ്റ്റ് 3. ഇപ്പൊ അവയർനെസ് പറഞ്ഞു, ഈ ട്രാഫിക് പറഞ്ഞു, എൻഗേജ്മെന്റ് പറഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇതുള്ളത് ഒന്നുകിൽ എൻഗേജ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ട്രാഫിക് ചെയ്യാം. ഇനി അതല്ലാണ്ടെങ്കിൽ ലീഡ്സ് വരുന്നുണ്ട്. ലീഡ്സ് ചെയ്യാൻ ഇപ്പൊ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരൂല, പിന്നെ നിങ്ങൾക്കത് മൊത്തം കൺഫ്യൂഷൻ ആവും. ഇത് ചെയ്ത് നോക്കി പോയാലുള്ളൂ കുറച്ചും കൂടി ഒരു ഇത് കിട്ടുക. അല്ലാണ്ട് ഈ ആകെ ലാസ്റ്റ് ആകുമ്പോൾ മൊത്തം കൺഫ്യൂഷൻ ആയിട്ട് വരും. ഇതുവരെ എന്തെങ്കിലും ഇത് പിന്നെ ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ഞാൻ കാണിച്ചു തന്നതിൽ എന്തെങ്കിലും സംഭവം ചെയ്യുമ്പോൾ കുറെ ഡൗട്ട് ഉണ്ടാവും. ഇപ്പൊ കാണിച്ച പ്രകാരം ഓക്കെയാണ്. ഇനിയിപ്പോ ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുള്ളൂ എത്രത്തോളം. ഓക്കെ. ഈ സ്ക്രീന് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കുക, പിന്നെ റെക്കോർഡിങ് ഫോളോ ചെയ്യാം. അതുപോലെ അത് വീഡിയോസ് നമുക്ക് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിനും വേറെ തന്നെ സൈസാണ് കാണുന്നതല്ലേ? അപ്പൊ എല്ലാവരും കൂടിയിട്ട് നമുക്ക് ഒരു ഒറ്റ ടൈപ്പിലേക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒറ്റ ടൈപ്പിൽ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ സ്ക്വയർ ടൈപ്പ്. അപ്പൊ ഞാനിപ്പോ ഇവിടെ ചെയ്തിട്ടില്ലേ, ഇപ്പൊ ഒരു വീഡിയോ ഞാൻ കാണിച്ചെന്ന് ഓർക്കുന്നുണ്ടോ? ഓർമ്മയുണ്ട് സ്ക്വയർ ടൈപ്പ്. സ്ക്വയർ ടൈപ്പ് ആ രൂപത്തിൽ ചെയ്യാം. പക്ഷെ എന്താ വെച്ചാൽ ഇപ്പോ ഇവിടെ ഒരു എക്സാമ്പിൾ ആഡ് കാണോ നോക്കട്ടെ. സ്റ്റോറീസിൽ ഏതെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇത് ഇത് റീലിന്റെ രൂപത്തിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്.
അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ആ രൂപത്തിൽ തന്നെ കൊടുത്തല്ലോ. ആ ഈ ഒരു പക്ഷെ ഇത് ആടല്ല. ഇത് നോക്കട്ടെ. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തോട്ടെ. ആ ഈ ഒരു ആഡ് കണ്ടോ? ഇത് Imagine sinking into a bed. ഇത് ഇപ്പൊ നമ്മള് ഫേസ്ബുക്കിന്റെ ഫീഡാണ്. ഓക്കെ, ഇവിടെ ശരിക്കുള്ള സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടോ, സ്ക്വയർ സൈസ് ആണ് വരുന്നത്. ഇവിടെ ഇപ്പൊ നമ്മൾ That പ്ലേ feels like ചെയ്യുമ്പോൾ a warm hug every night. പ്ലേ ചെയ്യുമ്പോൾ ഈ രണ്ട് ഭാഗത്തും ബ്ലാക്ക് കണ്ടോ? അതെ. ശരിക്കും ഇത് സ്ക്വയർ വീഡിയോ ആണ് വേണ്ടത്. പക്ഷെ ഇവരെന്താണ് ഒരു റീൽ വീഡിയോ ഉണ്ടാക്കിയിട്ട് എല്ലാത്തിനും കൊടുത്തിക്കാണ്. ഇപ്പൊ നമ്മൾ സ്ക്വയർ വീഡിയോ കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇത് ഫുള്ളായിട്ട് പിന്നെ കാണിക്കും. പക്ഷെ റീലിൽ പോകുമ്പോൾ എന്താവും? മുകളിലും താഴെയും ബ്ലാക്ക് ആയിട്ടായിരിക്കും കാണിക്കുക. ഇത് നേരെ ഓപ്പോസിറ്റ് ആയി. മനസ്സിലായോ? ഓക്കെ. ഇപ്പോ ഇത് ആഡല്ല, ഇതും ആഡല്ല. ഇത് ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ അതേ സെയിം തന്നെ റീൽ വീഡിയോ എടുത്തിട്ട് ആ ഒരു സംഭവം ഈ ഫീഡിന് ഇതായി കൊടുത്തിക്കുക. ഒരു ആഡ് ഇതെല്ലാം ഈ രൂപത്തിലുള്ളതാണ്. ഇതാണ് ഇപ്പോ ഇതിന്റെ ശരിയായിട്ടുള്ള ഒരു ഇത്. അതായത് ഫീഡ്, ഈ ഫീഡിന് വേണ്ട ആഡ് എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലാണ്, സ്ക്വയർ ആയിട്ട്. ഇതിപ്പോ സ്ക്വയർ ആണ്, പക്ഷെ ഇവിടെ സൈഡിൽ കുറച്ച് അവർ വിട്ടിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇതേപോലെ ഈ ഒരു സ്ക്വയർ ഫുള്ളായിട്ടാണ് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോ ഈ ആഡൊക്കെ വന്നു, പക്ഷെ ഇത് റീലിന്റെ സൈസിലാണ് വന്നുള്ളത്. ഇതും അതായത് അതല്ല, ഇതും കുറച്ച് ഇതായിട്ടുണ്ട്. അതായത് 3/4 ആണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ചെറിയ ഗ്യാപ്പ് വരുന്നുള്ളൂ. അങ്ങനെയും ഇതാക്കാം. അതായത് പല സൈസുകളുണ്ട്. ഇപ്പോൾ 3:4 എന്നുള്ള സൈസ് ഉണ്ട്. 1:1 ആണ് ഇപ്പൊ ഈ വരുന്ന ഇതെല്ലാം. ഈ ഫ്രെയിം, അതായത് ഇപ്പോ ഇത് മൊത്തം വരുന്നത് 1:1, അതായത് 1080 എന്നുള്ളതായിട്ട്. പിന്നെ 9:60, അതായത് 1080 1920, അതാണ് ഈ ഒരു രൂപത്തിൽ വരുന്നത്. പിന്നെ ഇങ്ങനെ വരുന്നതാണ് 1920 1080. അതിന്റെ ഒരു റെസൊല്യൂഷൻ പിന്നെ പഠിച്ച് ഇതാക്കി വെക്കുക. ഇതെല്ലാം റീൽ സൈസ്. പിന്നെ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെച്ചാല്, അപ്പൊ നേരത്തെ ഒരു വീഡിയോ ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു സംഭവം ഡിലീറ്റ് ചെയ്യട്ടെ. ആഡ് വീഡിയോയിൽ വരാം. ആഡ് വീഡിയോയിൽ വരുമ്പോ ഇപ്പോ ഇത് സ്ക്വയർ വീഡിയോ ആണ്, കാണുന്നുണ്ടോ? ഞാൻ മൗസ് പോയിന്റർ വെച്ചുള്ളത് സ്ക്വയർ വീഡിയോ. ഇത് റീൽ വീഡിയോ ആണ്. പക്ഷെ ഈ സംഭവം ഞാൻ റീലിന്റെ ഇതിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്യാൻ അതുപോലെ പ്ലേസ് ചെയ്താണ്. ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആദ്യം രണ്ടും ഡിഫറൻസ് ആണ്. ഇതിപ്പോ ഞാൻ സെലക്ട് ചെയ്യാണ്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കണ്ടോ? ഇത് ഇപ്പൊ സ്ക്വയറിൽ വരുമ്പോൾ ഈ രൂപത്തിലായിരിക്കും. ഇത് ഫിറ്റ് ആണ്, ഇത് കറക്റ്റ് ആണ്. ഇവിടേക്ക് ഇപ്പൊ ഈ ഒരു രൂപത്തിലേക്ക് വന്ന ഇത് ഫുള്ളായിട്ട് നല്ല ഇതായിട്ടായിരിക്കും കാണുക. ഓക്കെ, പക്ഷെ ഈ ഒരു വീഡിയോ റീലിന്റെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. മുകളിലും താഴെയും ഒരു ബ്ലാക്ക് എംറ്റി ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പോ ആ ഒരു സംഭവത്തിന് ഇപ്പൊ കുറെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എന്ത് ചോദിച്ചാല്, റീൽ വീഡിയോ എന്ത് ചെയ്യും, പിന്നെ ഈ സെയിം വീഡിയോ തന്നെ എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചിടും. നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോ നമുക്ക് ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, ഇവിടെ ബ്ലാക്ക് ഇത് വരുന്നതിന് പകരം എന്ത് ചെയ്യും, ഈ സംഭവം എടുത്തിട്ട് മുകളിലേക്ക് വെച്ചു കൊടുക്കും. ഞാനിപ്പോ ഇത് കാണിച്ചു തരാം.
ഇതൊന്ന് റീപ്ലേസ് ചെയ്യാം. ഈ ഒരു വീഡിയോ ആണ് അത് ഞാൻ പറയുന്ന വീഡിയോ. ഇത് രണ്ടും ഒരേ വീഡിയോ ആണ്, പക്ഷെ ഇത് രണ്ടും ഞാൻ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റിൽ ചെയ്തിരിക്കുകയാണ്. കണ്ടോ? അതായത് നേരത്തെ ഇവിടെ ഫുള്ള് എംറ്റി ആയിരുന്നു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒരു ഇത് കൊടുത്തിട്ട് എന്ത് ചെയ്തു, ഈ വീഡിയോ കുറച്ച് മുകൾക്ക് എന്നുള്ള രൂപത്തിലായി. അപ്പൊ നേരത്തെ വ്യൂ പ്രകാരം ഈ വീഡിയോ റീല് വരുമ്പോൾ അതിന്റെ സെൻട്രലായിട്ടേക്ക് വരിക, താഴെ മുകളിലും പിന്നെ കാലിയായി കിടക്കും, സെൻട്രലായിരിക്കും വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ടാവുക. ഇപ്പോ ഇതൊരു ട്രെൻഡ് എന്ന് പറയുന്നത് ഈ വീഡിയോ കുറച്ച് മുകളിലാക്കിയിട്ട് ആ ഒരു റീൽ ഉണ്ടാവും, സെയിം വീഡിയോ തന്നെ മുകൾക്കാക്കിയിട്ട്. അപ്പൊ ആളുകളെ ഒരു അറ്റൻഷൻ ഇപ്പൊ മുകളിലായത് കാരണം എന്ത് ചെയ്യും, ഇവിടെ ആയിരിക്കും ആ വീഡിയോ പ്ലേ ചെയ്യാം. നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇവിടെ അതിനോട് ഇതിപ്പോ ഈ ഒരു ഇതിൽ ചെറിയ ഒരു ടെക്സ്റ്റേ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ ഇതിപ്പോ എന്ത് ചെയ്തു, ഞാൻ കുറച്ചുകൂടി കൂടുതൽ ടെക്സ്റ്റ് കൊടുത്തു, കാരണം ഇവിടെ എംറ്റി എന്നുള്ള രൂപത്തിൽ. ഈ വേണ്ടത് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ കൂടുതൽ ടെക്സ്റ്റും കൊടുക്കാം. രണ്ടെണ്ണത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ രണ്ട് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇതില്ല, ഒറ്റ വീഡിയോ ഇതായാൽ മതി. പക്ഷെ ഈ ഒരു കാലി വരുന്ന സ്ഥലം ഒഴിവാക്കി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും എന്ന് മാത്രം. ഇത് പിന്നെ അത്ര ഒരു ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധികം ഇതായിട്ട് വരുന്നില്ല, അത്ര അധികം പ്ലേസ്മെന്റ് അതിൽ വരുന്നില്ല. അത് വരുന്നത് വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ റീൽ ഉള്ളടുത്ത വീഡിയോയും മറ്റുള്ള ഈ സ്ക്വയർ വീഡിയോയും നന്നായിട്ട് ഇതാക്കാൻ നോക്കുക. ഈ വീഡിയോ ആകുമ്പോ പിന്നെ നമുക്ക് എന്താ വെച്ചാല്, ഇനിയിപ്പോ പിന്നെ നമ്മളിപ്പോ ഒരു ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ബേസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് പിന്നെ ആഡ് ഓപ്ഷനൊക്കെ ഫസ്റ്റ് ഇങ്ങനെ പഠിക്കുക, ഈ രൂപത്തിൽ പഠിക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്ക്വയർ വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇതാക്കിയിട്ടും ചെയ്യാം. എന്നിട്ട് പിന്നെ ഗ്രാജുവലി മറ്റുള്ളതിലേക്ക് പോയാലും മതി. കാരണം ഇവിടെ ഇപ്പൊ ഈ രണ്ടും മുകളിൽ താഴെ ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു സംഭവമാണ്. കാരണം ആളുകൾക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ തന്നെ അവർക്ക് പെട്ടെന്ന് അറിയാനും പിന്നെ ഇതിനെല്ലാം പറ്റും. മിക്ക ആളുകളും അങ്ങനെ തന്നെ കൊടുക്കുക. ഞാൻ അല്ലാതെ വേറെയും പിന്നെ കുറെ ടൈപ്പിൽ ചെയ്യാൻ പറ്റും. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഇതിൽ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ആഡാണ്, കണ്ടോ? ഇതിപ്പോ ഇതിന്റെ ഒപ്പം തന്നെ ഇവിടെ അതിന്റെ ഒരു ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട്. കുറെ ആഡുകൾ നമ്മൾ കാണുക, അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടും. പിന്നെ നിങ്ങളിപ്പോ ചെയ്യുന്ന സംഭവം ഉണ്ടോ? ഇതിപ്പോ ഞാൻ നേരത്തെ കൊടുത്ത കറോസൽ അറിയില്ല, മൾട്ടിപ്പിൾ ഇമേജസ് കൊടുത്തിട്ടുള്ള ആ ഒരു ആഡാണ്, ആ ടൈപ്പ്. അതായത് ഇപ്പൊ സ്വീറ്റ് കറൻ കോഫി പറഞ്ഞ ഒരു കോഫി ബ്രാൻഡ്, ഒരു കോഫി പിന്നെ കോഫി മാത്രമല്ല അവരുടെ സ്വീറ്റ്സ് എന്തൊക്കെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഒരു ആഡാണിത്. ഇതിപ്പോ ഓരോ പ്രോഡക്റ്റിന്റെയും ഇമേജുകൾ കൊടുത്തുകൊണ്ട്, അപ്പൊ ഇതിപ്പോ മൈസൂർ പാക്ക്, റോസ് മിൽക്ക് പൗഡർ, പിന്നെ കോക്കനട്ട് ബർഫി, പീനട്ട് ചിക്കി, പിന്നെ എന്താണ് പപ്പടം, പിന്നെയുള്ള അങ്ങനത്തെ കുറെ പ്രൊഡക്റ്റുകൾ, അങ്ങനെ 10ഓളം ഇതുകൾ ഇമേജ് ഇതിൽ കൊടുക്കാം. ഇമേജ് കൊടുക്കുക, ഇനി അതെല്ലാം വീഡിയോയും കൊടുക്കുക. ഉണ്ടോ? അപ്പോ ഈ പ്രൊഡക്റ്റ് ഇപ്പോ സപ്പോസ് നിങ്ങളിപ്പോ ചിലർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ആണ് വേണത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വാട്സപ്പിന്റെ ബട്ടൺ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഇതുപോലെ ഇപ്പോ ഈ എന്താ പറയാ വെബ്സൈറ്റിലേക്കാണെങ്കിൽ ആ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കറോസിൽ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. കറോസിൽ കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ഓപ്ഷൻ, ആ ലിങ്ക് ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. കാർഡ് കൊടുക്കുക, സെലക്ട് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം, പിന്നെ എഡിറ്റ് ഇമേജ്, ഇവിടുന്ന് അതിലേക്കുള്ള ഇപ്പോൾ പ്രോഡക്റ്റ് കാറ്റലോഗ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ
ഓരോ ഇമേജ് ആൾ ടു ടെക്സ്റ്റ് പറഞ്ഞാൽ അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്നുള്ള രൂപത്തിലാണ് ആ ഇമേജ് എന്താണ് എന്നുള്ളത് അതായിട്ട് കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ഇത് കിട്ടും. പിന്നെ ഡിസ്ക്രിപ്ഷൻ ഒരു ലിങ്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഓക്കെ, അത് വെബ്സൈറ്റ് വെബ്സൈറ്റ് നമ്മൾ നേരത്തെ ഇതായി പോയാ അല്ല വെബ്സൈറ്റ് വെബ്സൈറ്റ് അല്ല അതല്ല ഇത് മറ്റേ നമുക്ക് ഷോപ്പ് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടായാലേ അതിന്റെ ഇതാവുള്ളൂ തോന്നുന്നു. പക്ഷെ ആദ്യം വെബ്സൈറ്റ് കൊടുക്കാൻ പറ്റിയിരുന്നു, ഇപ്പോൾ മാറിക്കുന്നത്. ഓരോ സമയത്തും ഓരോ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഇതില് കണ്ടോ, ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു സംഭവം ഇതിപ്പോ ഞാൻ ഈ ഇമേജിന്റെ ഇത് എടുക്കുകയാണെങ്കിൽ അതില് ഷോപ്പിന് ഓടിക്കുകയാണെങ്കിൽ ആ ഒരു അവരുടെ വെബ്സൈറ്റിൽ അതിന്റെ ലിങ്ക് ആ ഒരു ഇതിലേക്കുള്ള ലിങ്കിലേക്കാണ് പോവുക. കണ്ടോ, അപ്പൊ ഈ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ട് ഇനിയിപ്പോ അടുത്തൊരു പ്രൊഡക്റ്റ് എടുത്തിട്ട് ഇപ്പൊ മൈസൂർ പാക്കിന്റെ ഇതിന്റെ ഷോപ്പിന് ഓടിക്കുകയാണെങ്കിൽ ആ ഒരു അവരുടെ വെബ്സൈറ്റിൽ ആ ഒരു പ്രൊഡക്റ്റ് അതിലേക്കാണ് അത് പോകുന്നത്. കണ്ടോ, അപ്പൊ ഏകദേശം ആളുകൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ആ പ്രൊഡക്റ്റ് കാണാനും പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷന്. മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സിംഗിൾ ഒറ്റ വെബ്സൈറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ആയിരുന്നു. ഇതൊക്കെ മാറി ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോ 10 പ്രൊഡക്റ്റ് ഇവിടെ ഡിസ്പ്ലേ ആവുന്ന രൂപത്തിൽ. അപ്പോൾ ഇപ്പോ ഫേസ്ബുക്ക് എന്ത് ചെയ്യും, അപ്പൊ നേരത്തെ ഒരു ഓപ്ഷൻ കൊടുത്തില്ലേ, ഇതില് ഏതാണോ കൂടുതൽ കാണിക്കുന്ന ആ ഒരു സംഭവം മുന്നിലേക്ക് വരാം എന്നുള്ള രൂപത്തിൽ നമ്മൾ ഫസ്റ്റത്തെ ഇതിൽ ചെയ്തിരുന്നല്ലോ. അപ്പൊ അങ്ങനെയും വരാം. അപ്പൊ ഇത് ചെയ്തു നോക്കുക, ചെയ്തു നോക്കിയിട്ട് ഡൗട്ടുകൾ പറയാം. ഓക്കെ. കുറെ ഇപ്പോൾ നിങ്ങളെ ഇതുപോലെ ചെയ്യുന്ന ബ്രാൻഡുകൾ അല്ലെങ്കിൽ അതുപോലുള്ള ബിസിനസ്സുകളൊക്കെ ആഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിലൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ അവരെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊരു ഐഡിയയും കിട്ടും. ഓക്കെ, കസ്റ്റമർ അല്ല, നമ്മളെ കോമ്പറ്റീറ്റേഴ്സിനെ നമ്മൾ അനലൈസ് ചെയ്യാം. അപ്പൊ അവർ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് എടുക്കാം. കാരണം അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് റിസൾട്ട് കിട്ടിയോണ്ടാണല്ലോ അപ്പൊ അവർ ചെയ്യുന്നത്. കോപ്പി ചെയ്യുന്നോണ്ട് യാതൊരു പ്രശ്നവുമില്ല. നമ്മളിപ്പോ പുതിയൊരു ഇത് തേടി പോകുന്ന പുതിയൊരു ഐഡിയ അല്ലെങ്കിൽ പുതിയൊരു ഇത് തേടി പോകുന്നതിന്റെ അപ്പം ആദ്യം നമുക്ക് ചെയ്യാവുന്ന വെച്ചാൽ മറ്റുള്ളവരെ ജസ്റ്റ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഇത് നോക്കിയിട്ട് തന്നെ ചെയ്യാം. പിന്നെ നമുക്ക് ഗ്രാജുവലി മാറ്റങ്ങൾ ഇതൊക്കെ വരുത്തിയിട്ടൊക്കെ പോവാം. അപ്പൊ നിങ്ങൾ അതിന്റെ ആദ്യം ആ ഒരു കോമ്പറ്റീറ്റർ സ്റ്റഡി കൂടി നടത്തി അവരെങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുണ്ട്. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ എനിക്ക് അറിയില്ല ഏതാണ് അല്ലെങ്കിൽ ആളുകൾ പിന്നെ കമ്പനി കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ കണ്ടെത്തിയിട്ട് അവരുടെ ഫേസ്ബുക്ക് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇതിലിപ്പൊന്നുമില്ല. ഓക്കെ, അപ്പോ ചെയ്തിട്ട് ഇതാക്കുക, എന്നാലേ നമുക്ക് ഒരു ഇത് കിട്ടുള്ളൂ. ഓക്കെ. അപ്പോ വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ശരി. ഓക്കെ. ശരി. അപ്പോ താങ്ക്സ്. ഓക്കെ. ഓക്കെ.